ഒരു കാലത്ത് ലോകത്തെ മുഴുവനും അടക്കി ഭരിച്ച ഒരു ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ. അലക്സാണ്ടർ ചക്രവർത്തിയുടെ വിശാലമായ ദർബാറിന്റെ നടുത്തളത്തിലേക്ക് ഒരിക്കൽ ദാർശനികനായ മനുഷ്യൻ കൺഫ്യൂഷ്യസ് കടന്നു വരികയുണ്ടായി. എന്നിട്ട് അലക്സാണ്ടറിന്റെ ദർബാറിന്റെ നടുത്തളത്തിൽ വന്നെന്ന് കൺഫ്യൂഷ്യസ് അലക്സാണ്ടറിനോട് ചോദിച്ചു, മിസ്റ്റർ അലക്സാണ്ടർ, നിങ്ങൾ ഒരുപാട് യുദ്ധം നടത്തുന്നുണ്ട്. നിങ്ങൾ യുദ്ധം നടത്തുന്ന കാരണം ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഈ ലോകത്ത് ഒരുപാട് പ്രശ്ന കലുഷിതമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്രകാരമെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിന്റെ പിന്നിൽ നിങ്ങൾക്ക് പ്രേരണ നൽകിയ ആ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? കൺഫ്യൂഷ്യസ് അലക്സാണ്ടറിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അലക്സാണ്ടർ കൺഫ്യൂഷ്യസിനോട് മറുപടി പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നത്, ഞാൻ യുദ്ധം നടത്തുന്നത് പേർഷ്യ എന്ന മഹാസാമ്രാജ്യം എന്റെ കാൽ കീഴിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഉടൻ തന്നെ കൺഫ്യൂഷ്യസ് തിരിച്ചു ചോദിച്ചു, അലക്സാണ്ടർ, പേർഷ്യ നിങ്ങളുടെ കാൽ കീഴിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ യുദ്ധവും രക്തച്ചൊരിച്ചിലുകളും അവസാനിപ്പിക്കുമോ? അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, ഇല്ല, വീണ്ടും ഞാൻ യുദ്ധം ചെയ്യും. എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്? അലക്സാണ്ടർ മറുപടി പറഞ്ഞു, പേർഷ്യ മാത്രമല്ല, ഈജിപ്തും എനിക്ക് എന്റെ കാൽ കീഴിലാക്കണം. വീണ്ടും കൺഫ്യൂഷ്യസ് ചോദിച്ചു, അലക്സാണ്ടർ, പേർഷ്യയും ഈജിപ്തും നിങ്ങളുടെ കാൽ കീഴിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുമോ? അപ്പോഴും അലക്സാണ്ടർ പറഞ്ഞു, ഇല്ല, വീണ്ടും ഞാൻ യുദ്ധം ചെയ്യും. വീണ്ടും എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും എനിക്ക് എന്റെ കാൽ കീഴിലാക്കണം. അവസാനം ലോകമറിയപ്പെട്ട ചക്രവർത്തിയായ അലക്സാണ്ടറിന്റെ വിശാലമായ ദർബാറിന്റെ നടുത്തളത്തിൽ വന്നു നിന്നുകൊണ്ട് ദാർശനികനായ മനുഷ്യൻ കൺഫ്യൂഷ്യസ് ചോദിച്ചു, മിസ്റ്റർ അലക്സാണ്ടർ, പേർഷ്യ എന്നല്ല, ഏതൻസ് എന്നല്ല, ഈജിപ്ത് എന്നല്ല, ഈ ലോകം മുഴുവൻ അലക്സാണ്ടർ എന്ന ഒരു വ്യക്തിയുടെ കാൽ കീഴിൽ സമർപ്പിക്കപ്പെട്ട അലക്സാണ്ടർ എന്ന ചക്രവർത്തി ഈ ലോകത്തെ മുഴുവനും ഭരണം നടത്തുന്ന ഒരു ചക്രവർത്തിയായി മാറ്റപ്പെട്ടാൽ പിന്നെ നിങ്ങൾ യുദ്ധം നടത്തുമോ? പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? അലക്സാണ്ടർ ഒന്ന് ആലോചിച്ച ശേഷം മറുപടി പറഞ്ഞു, ഏതൻസിന്റെ കാൽ കീഴിൽ വന്നു കഴിഞ്ഞാൽ, ഈജിപ്തിന്റെ കാൽ കീഴിൽ വന്നു കഴിഞ്ഞാൽ, പേർഷ്യയുടെ കാൽ കീഴിൽ വന്നു കഴിഞ്ഞാൽ, ലോകത്തുള്ള മുഴുവൻ സാമ്രാജ്യങ്ങളുടെ പ്രവിശ്യകളും എന്റെ കാൽ കീഴിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ യുദ്ധം ചെയ്യില്ല, ഞാൻ യുദ്ധം അവിടെ നിർത്തുന്നതാണ്. കൺഫ്യൂഷ്യസ് ചോദിച്ചു, എങ്കിൽ അലക്സാണ്ടർ, അതിനുശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്? പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? അലക്സാണ്ടർ പറഞ്ഞു, ശേഷം ഞാൻ ഒരു വിശ്രമ ജീവിതം നയിക്കുന്നതാണ്. യുദ്ധം ചെയ്തുകൊണ്ട് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കി ലോകം മുഴുവനും എന്റെ കാൽ കീഴിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ വിശ്രമ ജീവിതം നയിക്കുന്നതാണ്. അലക്സാണ്ടർ ഈ മറുപടി പറഞ്ഞ ഉടൻ തന്നെ അലക്സാണ്ടറിന്റെ മുഖത്തിന് നേരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് കൺഫ്യൂഷ്യസ് ചോദിച്ചു, അലക്സാണ്ടർ, ഒരു വിശ്രമ ജീവിതത്തിലാണോ എങ്കിൽ, സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണെങ്കിൽ, അതാണ് താങ്കളുടെ ലക്ഷ്യമെങ്കിൽ പിന്നെ താങ്കൾ യുദ്ധം ചെയ്യുന്നത് എന്തിനാണ്? പിന്നെ താങ്കൾ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? താങ്കളുടെ ലക്ഷ്യം ഒന്നാണ് എങ്കിൽ അതിലേക്ക് താങ്കൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം വേറൊന്നാണ്. എന്റെ സഹോദരങ്ങളെ, എന്തിനാണ് വിനീതൻ ഇത് പറഞ്ഞത്? ഒരു മനുഷ്യന്റെ ലക്ഷ്യം, ആ ലക്ഷ്യം അനുസരിച്ചായിരിക്കണം അവന്റെ മാർഗം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, യുവ സുഹൃത്തുക്കളോട് ഈ വിനീതൻ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ. യുവാക്കളുടെ, യുവതികളുടെ ധാർമ്മിക ബോധത്തെ പറ്റി ചർച്ച ചെയ്യാൻ നാം ഇന്നിവിടെ ഒരു സദസ്സ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചോദിച്ചു കൊള്ളട്ടെ, നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നതിന്റെ പിന്നിലുള്ള ആ ലക്ഷ്യം എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്താണ്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാര, അള്ളാഹുവിനെ ഭയമില്ലാതെ അള്ളാഹുവിന്റെ ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന വിശുദ്ധമായ മാർഗത്തെ അവലംബിക്കാതെ, ഖുർആനുമായി ബന്ധം പുലർത്താതെ തോന്നിയ പോലെ ജീവിതം നയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് ചോദിച്ചു കൊള്ളട്ടെ, എന്റെ പൊന്നുമോനെ, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്റെ ശബ്ദം ശ്രവിക്കാൻ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിച്ചു കൊള്ളട്ടെ. അൽഹംദുലില്ലാ, സഹോദരിമാര് വളരെ ആവേശത്തോടെ, വളരെ ആഗ്രഹത്തോടെ എന്തൊക്കെയോ പ്രചരണങ്ങൾ നടന്നിട്ട് പോലും അള്ളാഹുവിന്റെ ദീനിനെ പറ്റി പറയുന്ന സദസ്സിൽ നിന്ന് ഞങ്ങളെ തടയ്ക്കാൻ, അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറയുന്ന സദസ്സിൽ നിന്ന് ഞങ്ങളെ തടയാൻ ഏത് ശുദ്ധ ശക്തികൾ വിളിച്ചാലും, ഏത് ശുദ്ധ ശക്തികൾ പ്രവർത്തനം നടത്തിയാലും അള്ളാഹുവിനെയും ഹബീബിനെയും പറ്റി പറയപ്പെടുന്ന സദസ്സിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഈ ദീനീ വിജ്ഞാന സദസ്സിലേക്ക് ധൈര്യസമേതം കടന്നുവെന്ന് എന്റെ സഹോദരിമാരോട് ചോദിച്ചു കൊള്ളട്ടെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിന്റെ ജീവിതത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? എല്ലാവരും പറയും ജീവിതത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം സ്വർഗമാണ്, അല്ലെ?
എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം, എല്ലാവർക്കും സ്വർഗം വേണം. വെള്ളം ഒടിച്ച് കറങ്ങി നടക്കുന്ന ഒരാളെ പിടിച്ച് ചോദിച്ചു നോക്കെ, നിനക്ക് സ്വർഗം വേണോ? അയാളും പറയും സ്വർഗം വേണം. എല്ലാവർക്കും വേണ്ടത് സ്വർഗമാണ്, എല്ലാവർക്കും വേണ്ടത് സ്വർഗമാണ്. എന്നാൽ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടിയുള്ള മാർഗത്തിൽ പ്രവേശിക്കാനും പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. ആ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടായിരുന്നത്, അല്ലെ? ഇന്ന് യുവത്വത്തെ പറ്റി, വിശിഷ്യ മുസ്ലിം യുവത്വത്തെ പറ്റി ചർച്ച ചെയ്യാൻ ഞാനും നിങ്ങളും കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗത്ത് ഇവിടെ ഒന്ന് ചേർക്കപ്പെടുമ്പോൾ നമുക്കറിയാം, മുസ്ലിം യുവത്വം ലോകമെന്നും ചർച്ച ചെയ്യപ്പെടുകയാണ്. മുസ്ലിം യുവത്വം ലോകമെന്നും ചർച്ച ചെയ്യപ്പെടുകയാണ്. അങ്ങ് അമേരിക്കയുടെ സ്ഥിരാ കേന്ദ്രങ്ങളിലും പെൻഡകളിലും വൈറ്റ് ഹൗസിലുമെല്ലാം കൊടുമ്പിരി കൊള്ളുന്ന ചർച്ചകൾ നടക്കുന്നു മുസ്ലിം സമുദായത്തെ പറ്റി. എല്ലായിടത്തും മുസ്ലിം സമുദായത്തെ, മുസ്ലിം യുവാക്കളെ പറ്റി ചർച്ച നടക്കുമ്പോൾ എന്റെ സഹോദരങ്ങളെ, വർത്തമാനകാല മുസ്ലിം യുവത്വത്തിന്റെ അവസ്ഥ എന്താണ്? ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അനിസ്ലാമിക ധാർമ്മിക പ്രവണതകൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതേ മറ്റൊരു ഭാഗത്ത് അടിച്ചമർത്തപ്പെടുന്ന മർദ്ദിത പീഡിത ജനവിഭാഗത്തിന്റെ വിമോചനം ഞങ്ങളുടെ മാർഗമല്ല, അത് ഞങ്ങളുടെ ജോലിയല്ല എന്ന് കരുതിക്കൊണ്ട് നപുംസക തുല്യമായ രീതിയിൽ ഭീതിജനകമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായം. ആ സമയത്ത് നമ്മുടെ സഹോദരിമാർ ഒരിക്കലും ഒരു പെണ്ണിന് ചേരാത്ത രീതിയിൽ അന്യരായ പുരുഷന്മാരുമായി അഭിഹിത ബന്ധം പുലർത്തിക്കൊണ്ട് ഒരു സ്ത്രീയുടെ പരിശുദ്ധിയുടെയും അവരുടെ പാതിവൃത്യവും കളഞ്ഞു പൊളിച്ചുകൊണ്ട് ജീവിതം നയിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളെ അറിയണം, പടച്ച തമ്പുരാൻ തന്ന ഈ യൗവനം ഉണ്ടല്ലോ, ഈ യൗവനം, വിശുദ്ധ ഖുർആൻ യൗവനത്തെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളെ പരിചയപ്പെടുത്തുന്നു. അല്ലാഹു തആല പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദുഅഫ്, പടച്ച തമ്പുരാൻ ബലഹീനമായ അവസ്ഥയിലാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മൾ ബലഹീനരായിരുന്നു. ഒരുമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒന്നിനും കഴിയാത്ത ബലഹീനമായ അവസ്ഥ. അല്ലാഹു തആല പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദുഅഫിൻ, എന്നിട്ട് പടച്ചവൻ പറയുന്നു, തുമ്മ ജഅല മിൻ ബഅദി ദുഅഫിൻ ഖുവ്വ, ശേഷം ബലഹീനമായ അവസ്ഥയിൽ നിന്നും യൗവനത്തിന്റെ ശക്തിയുടെ കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ കടത്തിക്കൊണ്ടുപോയി. എന്നിട്ടോ തുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ദുഅഫൻ വശൈബാ, ആ യൗവനത്തിന്റെ കാലഘട്ടത്തിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെതായ വീണ്ടും ഒരു ബലഹീനതയുടേതായ അവസ്ഥ. ഇവിടെ 3 ഘട്ടങ്ങൾ പറഞ്ഞു. 1 ബാല്യഘട്ടം, 2 കൗമാരഘട്ടം, 3 വാർദ്ധക്യ കാലഘട്ടം, അല്ലെ? ഇവിടെ അല്ലാഹു തആല ബാല്യകാലത്തെയും വാർദ്ധക്യത്തെയും ബലഹീനത എന്ന് പറഞ്ഞെങ്കിൽ യുവത്വത്തെ പടച്ചോ പരിചയപ്പെടുത്തി ശക്തിയുടെ കാലഘട്ടമാണ്, ശക്തിയുടെ കാലഘട്ടമാണ്. അല്ലാഹു തആല നിനക്ക് ശക്തി തന്നിട്ടുണ്ടെങ്കിൽ, പടച്ച തമ്പുരാൻ നിനക്ക് യൗവനത്തിന്റെ പ്രസരിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ, എന്റെ പെങ്ങളെ പടച്ച തമ്പുരാൻ നിനക്ക് യൗവനത്തിന്റെ സൗന്ദര്യം തന്നിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന് തൃപ്തിപ്പെട്ട ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ദുനിയാവിൽ ആരെയൊക്കെയോ ഭയപ്പെട്ടുകൊണ്ട് നീ ജീവിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുൽ മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ദീനിന്റെ സദസ്സാണ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന സദസ്സാണ്, ഖുർആനിന്റെ ദിവ്യമജസ്സുകൾ പെയ്തിറങ്ങുന്ന സദസ്സാണ്, ആദരവായ പ്രവാചക പൊൻപങ്കവരുടേതായ മൊഴിമുട്ടുകൾ വിതറപ്പെടുന്ന സദസ്സാണ്. ഈ സദസ്സിന് അല്ലാഹുവിന്റെ ഹബീബിന്റെ നാമം ഉച്ചരിക്കപ്പെട്ട എന്റെ സഹോദരങ്ങള്, ഈ അന്തരീക്ഷം സ്വലാത്ത് കൊണ്ട് മുഖരിതമാകട്ടെ. അതുകൊണ്ട് ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലുക. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്തുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ജീവിതം എന്റെ ചെറുപ്പക്കാരാ നിനക്കുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് നിന്നെ സുന്നത്തനുസരിച്ച് നെഞ്ചുവരെ താടി വളർത്താൻ പഠിപ്പിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അങ്ങനെ താടി വളർത്താൻ നിനക്ക് ചങ്കോറ്റമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് എന്നും നന്മയുടെ പ്രവർത്തകനായി മാറാൻ പറയുമ്പോൾ എന്റെ ചെറുപ്പക്കാരാ, അങ്ങനെ നന്മയുടെ പ്രവർത്തകനായി മാറാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പടച്ച തമ്പുരാൻ
നിനക്ക് തന്ന യൗവനമുണ്ടല്ലോ, അള്ളാഹു തന്ന നിനക്ക് തന്ന സൗന്ദര്യമുണ്ടല്ലോ, ആ സൗന്ദര്യത്തെ അതിനർഹതപ്പെട്ടവർക്ക് മാത്രം വെളിവാക്കിക്കൊണ്ട് പരിപൂർണമായും പുറത്തു ധരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരി, അങ്ങനെ ജീവിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അതേ നെഞ്ചുവര താടി വളർത്തുന്നവൻ തീവ്രവാദി എന്ന് മുദ്ര കുത്തപ്പെടുകയാണ്, നന്മയുടെ പ്രവർത്തകനിതാ ഭീകരവാദി എന്ന് മുദ്ര കുത്തപ്പെടുകയാണ്, പർദ്ദയിട്ടുകൊണ്ട് ജീവിക്കുന്ന പെണ്ണത മതമൗലികവാദി എന്ന് മുദ്ര കുത്തപ്പെടുകയാണ്. ദുനിയാവിലുള്ള നാലാംഗട രാഷ്ട്രീയ വക്താക്കളെ പേടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ദുനിയാവിലുള്ളതായ ഏതോ ചില ക്ഷുദ്ര ശക്തികളെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിനെയും ഇസ്ലാമിനെയും പണയപ്പെടുത്തി കളയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അറിയുമോ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതെന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതെന്താണ്? നാളെ ഒരു ദിവസം വരികയാണ്, നാളെ ഒരു ദിവസം വരികയാണ്. ഏത് ദിവസമാ? യുഹ്ശറുന്നാസു ഫീ സഈദിൻ വാഹിദ്, സർവ്വ മനുഷ്യരെയും പടച്ചതമ്പരാൻ ഒരു വിശാല വിസ്തൃതമായ മൈതാനത്ത് ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ്. അതേ വിചാരണയുടെ വിതുമ്പുന്ന നിമിഷങ്ങളെ അതിജീവിക്കേണ്ടി വരുന്ന നിമിഷങ്ങളാണ്. ആ നിമിഷത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ നാം ഓരോരുത്തരും ഹാജരാക്കപ്പെടുകയാണ്. എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു നൂൽ കഷണം പോലുമില്ലാതെ സർവ്വ മനുഷ്യരും ഹാജരാക്കപ്പെടുകയാണ്. കത്തിച്ചലിക്കുന്ന സൂര്യൻ തലയുടെ തൊട്ടു മുകളിൽ കത്തിച്ചലിച്ച് നിൽക്കുമ്പോൾ കട്ടിച്ചെമ്പുമാകിയ തറയില് ചെയ്തു കൂട്ടിയ തെറ്റിന്റെ വിധോധനുസരിച്ച് വെട്ടിത്തിളയ്ക്കുന്ന ദുർഗന്ധം വമിക്കുന്ന വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മഹ്ശറ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും ചോദ്യം ചെയ്യുന്ന മഹ്ശറ. അതേ പടച്ചവൻ പറയുകയാണ്, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അല്ലാഹു തആല നിനക്ക് തന്ന സർവ്വ അനുഗ്രഹങ്ങളും അവിടെ ചോദ്യം ചെയ്യുകയാണ്, സർവ്വ അനുഗ്രഹങ്ങളും അവിടെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന ഭീതിജനകമായ സന്ദർഭമുണ്ടല്ലോ പടച്ചവനെ, ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാലും കുഴപ്പമില്ല, നരകത്തിലേക്ക് ഞങ്ങളെ വലിച്ചെറിഞ്ഞാലും കുഴപ്പമില്ല അല്ലാ, ഇവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് മാറ്റുമോ? ഇവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന നാഥനായ തമ്പുരാന്റെ മുന്നിൽ സർവ്വ മനുഷ്യരും പൊട്ടിക്കലഞ്ഞ് നിലവിളിക്കുന്നതായ മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിൽ പാദങ്കാലം നടക്കാൻ കഴിയാതെ സർവ്വ മനുഷ്യ മക്കളും ഹാജരാക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ലാ തസൂലു ഖദമ ബിനി ആദമ യൗമൽ ഖിയാമ, പാദം മനുഷ്യന്റേതായ ആദം സന്തതികളുടേതായ പാദം കാല് ചലിപ്പിക്കാൻ പോലും പറ്റില്ല മഹ്ശറയിൽ. ഏതുവരെയെന്നറിയുമോ? അഞ്ച് കാര്യങ്ങളെ പറ്റി പടച്ച തമ്പുരാൻ ചോദിക്കുന്നതാണ്, അഞ്ച് കാര്യങ്ങളെ പറ്റി പടച്ച തമ്പുരാൻ വിചാരണ നടത്തുന്നതാണ്. ഈ അഞ്ച് കാര്യങ്ങൾക്കും അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന മറുപടി കൊടുക്കാതെ, ഈ അഞ്ച് കാര്യങ്ങൾക്കും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മറുപടി കൊടുക്കാതെ, ഈ കാര്യങ്ങൾക്കും അള്ളാഹുവിന് സ്വീകാര്യ യോഗ്യമായ മറുപടി കൊടുക്കാതെ, ഇല്ല ചെറുപ്പക്കാരാ, ഇല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ലാ തസൂലു ഖദമ ബിനി ആദം, ആദം നബിയുടെ മക്കളിൽ നിന്നും ഒരാളുടെ കാത് പോലും ചലിക്കപ്പെടുകയില്ല, ഒരാളുടെ പാദം പോലും ചലിക്കപ്പെടുകയില്ല. അപ്രകാരം ഹാജരാക്കപ്പെടുന്ന സന്ദർഭമുണ്ടല്ലോ. ഏതാണ് അഞ്ച് ചോദ്യങ്ങളെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒന്നാമത് പടച്ച തമ്പുരാൻ ചോദിക്കുകയാണ്, അൻഉമിരിഹി ഫീമ അഫ്നാ, ഒന്നാമത് അല്ലാഹു ചോദിക്കുകയാണ്, ഏ മനുഷ്യ, നിനക്ക് ഞാൻ ആയുസ് തന്നതാണ്, 30, 40, 50, 60, 70 വർഷം ആയുസ് തന്നതാണ്. ഈ ആയുസ് എങ്ങനെ ചെലവഴിച്ചെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി കൊടുക്കാതെ, ഇല്ല ഇല്ല, കാലം ചലിപ്പിക്കാൻ പോലും കഴിയില്ല. രണ്ടാമത് പടച്ച തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, രണ്ടാമത് പടച്ച തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ചോദ്യം എന്തെന്നറിയുമോ? ഓരോരുത്തരുടെയും യൗവനത്തെ പറ്റിയാണ്, ഓരോരുത്തരുടെയും യുവത്വ കാലത്തെ പറ്റിയാണ്, ഓരോരുത്തരുടെയും ചുറുചുറുക്കുള്ള കാലത്തെ പറ്റിയാണ്. യൗവന
യൗവനം എവിടെയാ നിങ്ങൾ ചെലവഴിച്ചത്? എന്ത് യൗവനം ആർക്ക് വേണ്ടിയാ നിങ്ങൾ കൊടുത്തത്? നാലാംകട രാഷ്ട്രീയക്കാരോട് കൊടുത്തെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? സിനിമാ താരങ്ങൾക്ക് വേണ്ടി ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ ഉണ്ടാക്കാൻ കൊടുത്തെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? അനാചാരങ്ങൾക്കും അധാർമിക പ്രവണതകൾക്കും വേണ്ടി കൊടുത്തെന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പക്കാരാ രക്ഷപ്പെടാൻ പറ്റുമോ? എന്റെ പൊന്നുമോനെ ഒന്ന് വിചിന്തനം നടത്തടാ. നിന്റെ ജീവിതത്തെ പറ്റി നിനക്ക് തന്നെ ഒരു ബോധമുണ്ടാകട്ടെ. ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ. അല്ലാഹു നിനക്ക് യൗവനം തന്നപ്പോൾ ആ യൗവനത്തെ ആരെയൊക്കെയോ ഭയപ്പെട്ടുകൊണ്ട് നീ തൊലച്ചു കളയുമ്പോൾ, ആരെയൊക്കെയോ ഭയപ്പെട്ടുകൊണ്ട് നീ നശിപ്പിച്ചു കളയുമ്പോൾ, ഞാനൊരു മുസ്ലിമായി ജീവിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഈമാനിക ആവേശമുള്ള ചുറുചുറുക്കുള്ള യുവാവായി ജീവിച്ചു കഴിഞ്ഞാൽ, ഞാൻ സത്യത്തിന്റെ വക്താവായി മാറിയാൽ, ഞാൻ അധർമ്മത്തിനെതിരെ ശബ്ദിക്കുന്നവനായി മാറിയാൽ, ഞാൻ അനാചാരങ്ങൾക്കെതിരെ ജിഹാദ് നടത്തിക്കൊണ്ട് അല്ലാഹുവിനെയും റസൂലിനെയും പരിചയപ്പെടുത്തുന്നവനായി മാറിയാൽ, അതേ ഞാൻ മതമൗലികവാദി എന്ന് മുദ്രകുത്തപ്പെടുന്നതാണ്, ഭീകരവാദി എന്ന് മുദ്രകുത്തപ്പെടുന്നതാണ്, തീവ്രവാദി എന്ന് മുദ്രകുത്തപ്പെടുന്നതാണ്. രാജ്യം ഭരിക്കുന്ന രാഷ്ട്രം ഭരിക്കുന്ന നാലാംകിട രാഷ്ട്രീയക്കാരുടെ ഒരുക്കുന്നതായ പ്രത്യേക നീതിപീഠത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നവനായി ഞാൻ നിൽക്കുന്നതാണ് എന്ന് ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹു പഠിപ്പിച്ച ജീവിതത്തിൽ നിന്നൊഴിഞ്ഞു മാറി, റസൂലുള്ളാഹി പഠിപ്പിച്ച ജീവിതത്തിൽ നിന്നൊഴിഞ്ഞു മാറി നപുംസക ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരാ, ആരെയാ പൊന്നുമോനെ നീ ഭയപ്പെടുന്നത്? ആരെയാ പൊന്നുമോനെ നീ ഭയപ്പെടുന്നത്? അല്ലാഹു നിന്നോട് ചോദ്യം ചോദിക്കുന്ന ദിവസമുണ്ടടാ. ദുനിയാവിൽ ആരും നിന്നെ ചോദ്യം ചെയ്യുന്നില്ല. ഒരു മന്ത്രി പുങ്കവന്റെയും ചോദ്യത്തിന് നീ ഉത്തരം കൊടുക്കണ്ട, ഒരു പോലീസ് ഏമാന്റെയും ചോദ്യത്തിന് നീ ഉത്തരം കൊടുക്കണ്ട, ഒരു രാഷ്ട്രീയ നേതാവിന്റെയും ചോദ്യത്തിന് നീ ഉത്തരം കൊടുക്കണ്ട. അല്ലാഹുവിന്റെ ചോദ്യത്തിന് മാത്രം ഉത്തരം കൊടുക്കേണ്ട ദിവസമാണ്. അല്ലാഹുവിന്റെ വിചാരണയുടേതായ വിതുമ്പുന്ന നിമിഷങ്ങളെ നേരിടേണ്ടി വരുന്ന സന്ദർഭമാണ്. ആ ദിവസത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? അല്ലാഹു തന്നെ പരിചയപ്പെടുത്തുകയാണ്. ആ ദിവസം ആരുടെ ദിവസമാണ്? അല്ലാഹു വന്ന് വിളിച്ചു ചോദിക്കുന്നതാണ്. ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ആർക്കാണടാ ഉള്ളത്? ഇന്നത്തെ അധികാരം ആർക്കാണടാ ഉള്ളത്? അധികാരത്തിന് വേണ്ടി കടിപിടി കൂടിയവരെവിടെ? അധികാരത്തിന് വേണ്ടി സ്വന്തം സമുദായത്തെ കാലുവാരിയവരെവിടെ? അധികാരത്തിന് വേണ്ടി വീര്യമായി ജീവിതം നയിച്ചവരെവിടെ? അധികാരത്തിന് വേണ്ടി എന്ത് വൃത്തികെട്ട പ്രവർത്തനവും നടത്താൻ മടിയില്ലാത്തവരെവിടെ? ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ആർക്കാണടാ? ഇന്നത്തെ അധികാരം ആർക്കാണടാ? സാമ്രാജ്യ ശക്തികൾക്കൊന്നും അധികാരമില്ല, വർഗീയവാദികൾക്കൊന്നും അധികാരമില്ല, അക്രമ രാഷ്ട്രീയക്കാർക്കൊന്നും അധികാരമില്ല, ഭരണകൂട ഭീകരവാദികൾക്കൊന്നും അധികാരമില്ല, ആർക്കും അന്ന് അധികാരമില്ല. സഹോദരങ്ങള്, പലസ്തീനിന്റെയും ഇറാഖിന്റെയും അഫ്ഗാനിന്റെയും തെരുവോരങ്ങളിലേക്ക് എണ്ണപ്പാടങ്ങളിൽ കണ്ണും നട്ടുകൊണ്ട് ഇന്നും ഇതാ ക്രൂരമായി കൊലപാതകം നടത്തുന്ന അമേരിക്കയുണ്ടല്ലോ. അമേരിക്കയ്ക്കും അധികാരമില്ല, ജോർജ് ഡബ്ല്യു ബുഷിനും അധികാരമില്ല, ബറാക് ഹുസൈൻ ഒബാമയ്ക്കും അധികാരമില്ല, വ്ളാഡിമിർ പുടിനും അധികാരമില്ല, ആർക്കും 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 അധികാരമില്ല. ഒരു രാഷ്ട്രീയക്കാരനും അധികാരമില്ലടോ, ഒരു പോലീസ് ഏമാനും അധികാരമില്ലടോ, DGPക്കും അധികാരമില്ല, IG-ക്കും അധികാരമില്ല, SP-ക്കും അധികാരമില്ല, ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറിനും അധികാരമില്ല, ആർക്കും അധികാരമില്ല. പൊന്നുമോദി, എല്ലാവരും അധികാരം നഷ്ടപ്പെട്ടുകൊണ്ട് രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ മുന്നിൽ ഒരു നൂൽ കഷണം പോലുമില്ലാതെ വന്നു നിൽക്കുന്ന സന്ദർഭമുണ്ടല്ലോ. സകലതും പടച്ചവന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നിസ്സഹായരായി വന്നു നിൽക്കുന്ന സന്ദർഭമുണ്ടല്ലോ. അന്നാ പടച്ചവൻ നിന്നോട് ചോദ്യം ചോദിക്കുന്നത്, അന്നാണ് പടച്ചവൻ നിന്നെ വിചാരണ ചെയ്യുന്നത്. വൻശബാബിഹി ഫീമ അബ്ലാ. യുവാവേ,
യുവതി, നിന്റെ യൗവനം നീ എവിടെയാ ചെലവഴിച്ചത്? എന്റെ ചെറുപ്പക്കാരാ, അന്ന് നീ അല്ലാഹു ആ ചോദ്യം ചോദിക്കുമ്പോൾ പടച്ചവര് ഈ നിൽക്കുന്ന സിനിമാ താരങ്ങൾക്ക് കൊടുത്തുവല്ല, ഈ നിൽക്കുന്ന സീരിയൽ താരങ്ങൾക്ക് കൊടുത്തുവല്ല, ഈ നിൽക്കുന്ന നിരീശ്വരവാദികളായ രാഷ്ട്രീയ മേലാളന്മാർക്ക് കൊടുത്തുവല്ല, പടച്ചവനെ ഈ നിൽക്കുന്ന അനാചാരത്തിന്റെ വക്താക്കൾക്ക് കൊടുത്തുവല്ല. പടച്ചവനെ ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട്, ഞങ്ങളെ ഭീതിജനകമായ അവസ്ഥയിലോട് നീതി പോലും നിഷേധിച്ചുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തിയ ഈ ഏമാന്മാരെ ഭയപ്പെട്ടുകൊണ്ട് നപുംസകതുല്യമായ ജീവിതം നയിച്ചുവല്ല എന്നെങ്ങാനും പടച്ചവന്റെ മുന്നിൽ പറയപ്പെട്ട എന്റെ പൊന്നുമോനെ നിനക്ക് രക്ഷയില്ലടാ, എന്റെ പെങ്ങളെ നിനക്ക് രക്ഷയില്ലട്. അവിടെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റണോ? അല്ലാഹുവിന്റെ മുന്നിൽ മറുപടി പറയാൻ കഴിയണം. പടച്ചവന് നീ തന്ന യൗവനമുണ്ടല്ലോ, നീ തന്ന ചെറുചുറുക്കുണ്ടല്ലോ, അത് നിനക്ക് വേണ്ടി നൽകിയല്ല, അത് നിന്റെ ഹബീബായ മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി കൊടുത്തു. പടച്ചവനെ, അല്ലാഹുവിന്റെ ചോദ്യമാണ്, പടച്ചവന്റെ ചോദ്യം. അന്ന് ആർക്കും അധികാരമില്ല. ഇന്ന് പലരെയും പേടിക്കണമല്ലേ? ഇന്ന് പലരെയും പേടിക്കണം. ഇന്ന് പലരെയും പേടിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്നവരുണ്ട് അല്ലേ? ഇന്നാരെയൊക്കെ നീ പേടിച്ചോ? ഇന്നാരെയൊക്കെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ ജീവിതം നീ തൊലച്ചു കളഞ്ഞോ? അങ്ങനെയുള്ളവരൊക്കെ നാളെ വരും നിന്റെ മുന്നിൽ. ഒരധികാരം ഉണ്ടാവില്ല, ഒരു പദവി ഉണ്ടാകില്ല, ഒരു ഉദ്യോഗസ്ഥനും അന്ന് ഉദ്യോഗത്തിന്റെ പവർ ഉണ്ടാകില്ല. സർവരും സമന്മാരായി രാജാതിരാജനായ സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയാ. അന്ന് പടച്ചവൻ ചോദിക്കും, അൻ ശബാബിഹി ഫീമാ അബ്ലാ, യൗവനം എവിടെയാ ചെലവഴിച്ചത്? യൗവനം എവിടെയാ ചെലവഴിച്ചത്? പടച്ചവനെ ഈ നിൽക്കുന്ന സിനിമാ താരങ്ങൾക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റുമോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? നാലാംകിട രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ജീവിതം കൊടുക്കുന്ന ചെറുപ്പക്കാരനും ചിന്തിക്കണം. നിരീശ്വരവാദികളായ നിന്റെ മേലാളന്മാർക്ക് വേണ്ടി പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഉറക്കമൊഴിക്കാനും, അവർക്ക് വേണ്ടി ചുവരുകളിൽ കുമ്മായം വരയ്ക്കാനും, അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ, അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ, അവർക്ക് വേണ്ടി കല്ലേറ് നടത്താൻ, അവർക്ക് വേണ്ടി വേണമെങ്കിൽ ലോകകപ്പുകളിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങാനും മടിയില്ലാത്ത എന്റെ ചെറുപ്പക്കാരാ, നാളെ പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോ എന്ത് മറുപടി ഉണ്ടെന്ന് എനിക്ക് പറയാൻ? എന്റെ സഹോദരിമാരൊന്ന് ചിന്തിക്കണം. പടച്ചവൻ യൗവനം അങ്ങനെ ചെലവഴിച്ചെന്ന് ചോദിക്കുമ്പോ പർദ്ദയൊന്നുമില്ലാതെ ഒരു മോഡേൺ ഗേൾ ആയിട്ടില്ലേ, സിനിമാ താരങ്ങളെയും സീരിയൽ താരങ്ങളെയൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് പർദ്ദയുമില്ല, പർദ്ദ ഉള്ളത് തന്നെ അത് കണക്കാണ്. പർദ്ദ ഉണ്ട് എന്നാലും അത് കണക്കാ. 313 മോഡലിലും 1001 ഷോപ്പുകളില് 756 നിറത്തില് ശരീരത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ശരീരത്തിന്റെ തടിപ്പും തുടിപ്പും വെളുപ്പും പുറത്ത് കാട്ടുന്ന രീതിയിൽ അല്ലേ ഇറുകിപ്പിടിച്ച പർദ്ദ, അതുമൊക്കെ ഇട്ടുകൊണ്ട് സഹോദരിമാരിങ്ങോട്ട് പുറത്തോട്ടിറങ്ങിയാൽ കാണുന്നവന് ശ്വാസം മുട്ടും. ശ്വാസം മാത്രമല്ല പലതും മുട്ടും. അതും ഇട്ടോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നേക്കുക. അല്ലാഹുവിന്റെ മുന്നിൽ എന്തോ മറുപടി ഉണ്ടെന്ന് പെങ്ങളെ പറയാ, എന്തോ മറുപടി ഉണ്ട്. ചിന്തിക്കണം. യുവത്വം എന്ന് പറയുന്നത് നിസാര വിഷയമൊന്നുമല്ല, നിസാര വിഷയമൊന്നുമല്ല. പിടിച്ചു നിർത്തി പടച്ചവൻ ചോദിക്കും. അവിടെ നമുക്ക് പറയാൻ കഴിയണം, നിന്റെ ഖുർആൻ പറഞ്ഞ പോലെ, നിന്റെ ഹബീബായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ പടച്ചവനെ ഞാൻ യൗവനം ചെലവാക്കി എന്ന് പറയാൻ കഴിയണം. പടച്ചതമ്പുരാൻ അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പറഞ്ഞു മുസ്ലിം യുവത്വം, മുസ്ലിം യൗവനം. ഇന്നിപ്പോ മുസ്ലിം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം പടച്ചതമ്പുരാനെ കാട്ടി ഏറ്റവും പേടി ആരെയാ? അള്ളാഹുവിനെ കാട്ടി ഏറ്റവും പേടി ആരെയാണ്? രാജ്യം ഭരിക്കുന്നവരെയാണ്. നിയമം അനുസരിച്ചുകൊണ്ടൊരു മുസ്ലിം ജീവിക്കണം, ശരി തന്നെയാ. പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം ആ നിയമം. നിയമം എന്ന് പറയുന്നത് സർവ്വ മനുഷ്യർക്കും ഒരേപോലെയുള്ള നിയമങ്ങളാണ്. എന്നാൽ അഭ്യസ്ത വിദ്യരായ മുസ്ലിം ചെറുപ്പക്കാര് കാരാഗ്രഹങ്ങളിൽ അടക്കപ്പെടുമ്പോൾ നെഞ്ചുവരെ ദാടി വളർത്തി അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച സുന്നത്ത്, ആ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവർ നോട്ടപ്പുള്ളികളാക്കപ്പെടുമ്പോൾ, സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദിക്കുന്നവർ എന്നും ഈ സമുദായത്തിൽ അകറ്റപ്പെടേണ്ടവരും ഒറ്റപ്പെടുത്തപ്പെടേണ്ടവരുമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ ചില യുവാക്കളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് ഖുർആനിന്റെ സദസ്സാണ്. ഖുർആൻ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു വിഷമം തോന്നണ്ട.
ഖുർആൻ ഇറക്കാത്ത എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ഖുർആനിൽ ഇല്ലാത്ത എന്തെങ്കിലും ഞാൻ പറയുന്നുണ്ട്. ഇത് ഖുർആനിന്റെ സദസ്സാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു ചില യുവാക്കളെ. ആ യുവാക്കൾ താമസിച്ചിരുന്നത് പരിപൂർണ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്തായിരുന്നില്ല. ആ യുവാക്കൾ താമസിച്ചിരുന്നത് പരിപൂർണമായ ഒരു മുസ്ലിമായി ജീവിക്കാനുള്ള സർവ്വ അവകാശങ്ങളും വകവച്ചു കൊടുത്ത ഒരു നാട്ടിലായിരുന്നില്ല. പിന്നെയോ മുസ്ലിമായി ജീവിക്കുന്നവരെ ഓരോരുത്തരെയും കാരാഗൃഹത്തിൽ അടച്ചില്ലാത്ത കുറ്റങ്ങൾ ചുമത്തപ്പെട്ട് കൊലപ്പെടുത്തപ്പെട്ട നാട്ടിൽ ജീവിച്ചിരുന്ന കുറച്ച് യുവാക്കൾ അല്ലേ? സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു തആല പറയുന്നു. എന്താ സൂറത്തുൽ കഹ്ഫ്? ഓരോ സത്യവിശ്വാസിയും ഓരോ വെള്ളിയാഴ്ചയും അത് ഓതിയിരിക്കണം, ഓതണം. അല്ലാണ്ട് റസൂൽ പറഞ്ഞു ഓതണമെന്ന് പറഞ്ഞാൽ ചുമ്മാ ജുമാടെ സമയത്ത് ഇങ്ങോട്ട് വരിക, വെറുതെ കുറെ സമയത്ത് ഇരിക്കണ്ടേ എന്നും പറഞ്ഞ് ഇങ്ങനെ ഖുർആൻ എടുത്തു വെച്ച് മതിലുമൊക്കെ ചാരി കാലുമൊക്കെ അങ്ങോട്ട് നീട്ടിയിട്ടിരുന്ന് ഫാനിന്റെ അടിയിൽ എവിടെയെങ്കിലും നോക്കിയിരുന്ന് അങ്ങോട്ട് ഓതുക. അങ്ങനെയല്ല. അള്ളാന്റെ ഹബീബ് ഖുർആനുമായി ബന്ധം വെക്കാൻ പറഞ്ഞാല് ആ സൂറത്തുൽ കഹ്ഫിന്റെ അർത്ഥം എന്താ അത് മനസ്സിലാക്കണം, അതിലെ ആശയം എന്താ അത് മനസ്സിലാക്കണം, അത് നൽകുന്ന ഗുണപാഠമുണ്ടാ അത് മനസ്സിലാക്കട്ടെ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു ഓരോ വെള്ളിയാഴ്ചയും സത്യവിശ്വാസികൾ അത് പാരായണം ചെയ്യട്ടെ. ഓരോ വെള്ളിയാഴ്ച അല്ലേ? സൂറത്തുൽ കഹ്ഫിന്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്താ? ചില ചെറുപ്പക്കാർ 6 or 7 ചെറുപ്പക്കാർ ദഖ്ലായുസ് എന്ന പേരുള്ള ഭയങ്കരനായ അക്രമ രാഷ്ട്രീയവാദിയായിരുന്ന, രാഷ്ട്രീയ ഭീകരവാദിയായിരുന്ന, തന്നെ അനുസരിക്കാത്ത, തന്നെ ആരാധിക്കാത്ത, തന്നെ അംഗീകരിക്കാത്ത സകല മനുഷ്യനെയും കൊന്നു കൊലവിളിച്ചിരുന്ന ദഖ്ലായുസ് എന്ന പേരുള്ള ഒരു രാജാവിന്റെ രാജ്യത്ത് ജീവിച്ചിട്ടിരുന്ന 7 ചെറുപ്പക്കാർ. അവര് പറഞ്ഞു പറ്റില്ല, ഞങ്ങൾക്ക് ഈ രാജാവിന്റെ അടിമകളായി ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഈ രാജാവ് കാണിച്ചു കൂട്ടുന്ന സകല കൊള്ളരുതായ്മകളെയും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ മാത്രമേ ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമുള്ളത് എങ്കിൽ ഈ നാട്ടിലെ ജീവിതം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന് വേണ്ടി ജീവിതം കൊടുത്ത ചെറുപ്പക്കാര് അതേ സൂറത്തുൽ കഹ്ഫിലൂടെ പടച്ച തമ്പുരാൻ പരിചയപ്പെടുത്തുന്നതാണ്. അല്ലാഹു പറയുന്നല്ലോ ഇത് അവൽ ഫിതിയതു ഇലൽ കഹ്ഫി. ആ ചെറുപ്പക്കാരനാ ഗുഹയിൽ അഭയം പ്രാപിക്കുകയാണ്. പടച്ചവനാ ചെറുപ്പക്കാരെ വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹുവനാ ചെറുപ്പക്കാരോട് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ടാ പടച്ച തമ്പുരാൻ ലോകാവസാനം വരെയും എല്ലാ ചെറുപ്പക്കാർക്കും വേണ്ടിയും അസ്ഹാബുൽ കഹ്ഫ് എന്ന യുവാക്കളെ മാതൃകയാക്കി വച്ചിരിക്കുന്നത്. ഇത് അമൽ ഫിതിയതു ഇലൽ കഹ്ഫി. അവരതാ ഒരു ഗുഹയിലേക്ക് അഭയം പ്രാപിക്കുകയാണ്. എന്നിട്ട് രാജാതിരാജനായ അല്ലാഹുവിനോട് കൈയുയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. പടച്ചവനെ, ദഖ്ലായുസ് ഏകാധിപതിയായ രാജാവിന്റെ നാട്ടിൽ നിന്നും നിനക്ക് വേണ്ടി ഞങ്ങൾ മാറി നിൽക്കുന്നെങ്കിൽ സന്മാർഗം കാട്ടിത്തരണേ അല്ലാ, ഞങ്ങളെ സഹായിക്കണേ അല്ലാ. അല്ലാഹുവിനെ മാത്രം റബ്ബായി അംഗീകരിച്ചുകൊണ്ട് അക്രമങ്ങളെയെല്ലാം എതിർത്തുകൊണ്ട് ആ ചെറുപ്പക്കാർ ജീവിതം നയിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ അറിയുമോ, നിനക്കൊന്നും പാടവാ പൊന്നുമോനെ. ആ ചെറുപ്പക്കാർ ഒരു ഗുഹയിലേക്ക് അഭയം പ്രാപിക്കുകയാണ്. അവരാ ഗുഹയിൽ കിടന്നുറങ്ങുകയാണ്. എത്ര നാളാണ് ഉറങ്ങിയത്? 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല, 1 ദിവസമോ 2 ദിവസമോ അല്ല, ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ല, 1 മാസമോ 2 മാസമോ അല്ല, 1 വർഷമോ 2 വർഷമോ അല്ല, 100 വർഷമോ 200 വർഷമോ അല്ല, പിന്നെയോ 360 പരം വർഷങ്ങള്, 360 വർഷങ്ങള് അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിച്ച ചെറുപ്പക്കാര് ആ ഗുഹയിൽ കിടന്നുറങ്ങിയെങ്കിൽ അല്ലാഹു അവരെ കാത്തുരക്ഷിക്കുകയാണ്. പടച്ച തമ്പുരാൻ അവർക്ക് സംരക്ഷണം നൽകുകയാണ്. അതുകൊണ്ട് സദസ്സിന്റെ ആദ്യ സന്ദേശം എന്നോണം ഈ വിനീതന് നിങ്ങളോട് പറയാനുള്ളത്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അക്രമ രാഷ്ട്രീയക്കാരന്റെ എല്ലാവിധ ഭയപ്പെടുകയും മാറ്റിവെച്ചുകൊണ്ട്, ഭരണകൂട ഭീകരവാദികളുടെ എല്ലാവിധ ഭയപ്പെടുത്തലുകളെയും മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ഭയന്ന് ജീവിച്ചാൽ
അല്ലാഹുവിനെ അംഗീകരിച്ച് ജീവിച്ച എല്ലാ കാലഘട്ടത്തിലും അല്ലാഹുവിന്റെ സംരക്ഷണം നിനക്കുണ്ടാകും. ഇത് പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ. ഇത് അല്ലാഹുവിന്റെ ഖുർആനിന്റെ വാക്കാണ്. അതുകൊണ്ട് ആദ്യം തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരനുണ്ടെങ്കിൽ ആ ഒരു സന്ദേശം ഞാൻ വെക്കുകയാണ്. എന്ത്? ഭയപ്പെടണം. ആരെ? അല്ലാഹുവിനെ മാത്രം ഭയപ്പെടണം. എന്തിനെ? പടച്ചവന്റെ ചോദ്യം ചെയ്യലുകളെ മാത്രം. അതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ഒരു മുസ്ലിമിന്റെ ബാധ്യത അതാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കട്ടെ, സത്യത്തിന്റെ വക്താവായിട്ട് ജീവിക്കട്ടെ. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരു ചെറുപ്പക്കാരനുണ്ട്. സമുദായം മുഴുവനും അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും പോകുമ്പോഴും ആ ചെറുപ്പക്കാരൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടമുണ്ടായിരുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ആ ചെറുപ്പക്കാരൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടമുണ്ടായിരുന്നു. പടച്ച തമ്പുരാൻ അതാണ് ഇഷ്ടപ്പെട്ടത്. അല്ലാഹുവിന് അതാണ് ഇഷ്ടപ്പെട്ടത്. അതേ അറിയില്ലേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയുടെ ഒക്കെ ചരിത്രം അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. അതേ ഇബ്രാഹിം എന്ന യുവാവുണ്ടല്ലോ, ഇബ്രാഹിം എന്ന യുവാവിന്റെ ജീവിത കാലഘട്ടം, ഇബ്രാഹിം താമസിച്ചതായ സന്ദർഭങ്ങളും ആ സ്ഥലത്തുള്ള മനുഷ്യരുമുണ്ടല്ലോ, അല്ലാഹുവിനെ പരിപൂർണമായി അംഗീകരിച്ചവരല്ല. പിന്നെയോ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആരാധനാ മുറകൾ എന്തായിരുന്നറിയുമോ? ഏതൊക്കെ മുൻഗാമികൾ മരണപ്പെട്ടു പോയോ ആ മുൻഗാമികളുടെ വിഗ്രഹങ്ങൾ അവരുണ്ടാക്കിയെടുക്കുകയാണ്. ആ വിഗ്രഹങ്ങളുടെ മുന്നിൽ അവർ നേർച്ച നിവേദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ആ വിഗ്രഹങ്ങളുടെ മുന്നിൽ അവർ സുജൂദ് ചെയ്യുകയാണ്. ആ വിഗ്രഹങ്ങളുടെ മുന്നിൽ അവർ പ്രാർത്ഥന നടത്തുകയാണ്. ആ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അവർ ആരാധനാ മുറകൾ അർപ്പിക്കുകയാണ്. ഇപ്രകാരം ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യരാണ്. സർവ മനുഷ്യരും അപ്രകാരം അനാചാരത്തിലും അന്ധവിശ്വാസത്തിലും ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇബ്രാഹിം എന്ന ഒരു ചെറുപ്പക്കാരൻ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവർകളതാ പോരാടുകയാണ്. മഹാനവർകളതാ തന്റെ സമുദായത്തെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കുകയാണ്. ആ നാട്ടിലുള്ള മനുഷ്യരല്ല, അവരുടെ അന്ധവിശ്വാസങ്ങളുടെ ഈറ്റില്ലമായ, അവരുടെ അനാചാരങ്ങളുടെ ഉത്സവ ദിവസമായ, അവരുടെ പെരുന്നാളിന്റെ ദിവസത്തില് അവരാ അതിനു വേണ്ടി ആഘോഷിക്കാൻ തയ്യാറായി പോകുമ്പോൾ ഫജഅലഹും ജുദാദാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സർവ്വവിധവുമുള്ള അന്ധവിശ്വാസത്തിന്റെ കേദാരങ്ങളായ ബിംബങ്ങളെയും തച്ച് തകർത്ത് തരിപ്പണമാക്കുകയാണ്. അന്ധവിശ്വാസത്തിലേക്ക് നയിച്ചതായ സർവ്വവിധ കേന്ദ്രങ്ങളെയും തച്ച് തകർത്ത് തരിപ്പണമാക്കുകയാണ്. അവസാനം ആ സമുദായം ഉത്സവം കഴിഞ്ഞ് തങ്ങളുടെ ആരാധനാലയത്തിലേക്ക് വരുമ്പോൾ തങ്ങളുടെ വിഗ്രഹങ്ങൾ തവിടുപൊടിയാണ്. തങ്ങളുടെ ആരാധനാ പാത്രങ്ങൾ ഇതാ നഷ്ടപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ്. ഉടൻ തന്നെ ചോദ്യം വരികയുണ്ടായി, മൻ ഫഅല ഹാദാ ബിആലിഹതിനാ, മൻ ഫഅല ഹാദാ ബിആലിഹതിനാ. ആരാ നമ്മുടെ ദൈവങ്ങളോട് ഇപ്രകാരം ചെയ്തത്? ആരാ നമ്മളുടെ ആരാധനാലയങ്ങളെ തല്ലി തകർത്ത് തരിപ്പണമാക്കി മാറ്റിയത്? ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആ നാട്ടിലെ മനുഷ്യര് വിളിച്ചു പറയുന്നു, സമിഅനാ ഫതാ, സമിഅനാ ഫതാ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന പേരുള്ള ചെറുപ്പക്കാരൻ അതേ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ഇബ്രാഹിം എന്ന പേരുള്ള ചെറുപ്പക്കാരൻ സമിഅനാ ഫതാ, സമിഅനാ ഫതാ, സമിഅനാ ഫതാ. ഇബ്രാഹിം എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ യദ്കുറുഹും, ഇതെല്ലാം അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്. പലപ്പോഴും ഞങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട്, പലപ്പോഴും ഞങ്ങളുടെ തോളിൽ തട്ടിക്കൊണ്ട്, പലപ്പോഴും ഞങ്ങളോട് സൗഹാർദ്ദത്തോടെ ഇബ്രാഹിം പറയുമായിരുന്നു, നിങ്ങൾ ഈ ചെയ്യുന്നത് അന്ധവിശ്വാസമാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് അനാചാരമാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് പടച്ച തമ്പുരാന് വിലക്കാത്തതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യരുത്.
അതുകൊണ്ട് നിങ്ങളെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം കൊടുക്കല്ലേ എന്ന് ഇബ്രാഹിം എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ പറയുന്നതായി ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാ സമുദായം പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പ്രത്യേകം എടുത്തു പറയുമ്പോൾ അതേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചെറുപ്പക്കാർ എനിക്കും നിങ്ങൾക്കും മാതൃകയാവുകയാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, തൗഹീദിനെതിരെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്കെതിരെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്റെ ചെറുപ്പക്കാരാ നിനക്ക് കഴിയണമടാ ഖുർആൻ പരിചയപ്പെടുത്തിയ ധാർമ്മിക ബോധമുള്ള യുവാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ അത് അന്ധവിശ്വാസമാണെന്ന് പറയാൻ, അത് അനാചാരമാണെന്ന് പറയാൻ എന്റെ ചെറുപ്പക്കാരാ നിനക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധമായ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം അല്ലെ, ഇബ്രാഹിം നബിയുടെ ജീവിതം, ഇബ്രാഹിം നബി താമസിച്ചിരുന്ന സന്ദർഭം എന്താ? ഇബ്രാഹിം നബിയുടെ ഉപ്പ ആസർ എന്ന പേരുള്ള ആള് പോലും അന്നത്തെ ഏറ്റവും വലിയ പൂജാരിയായിരുന്നു. പൂജാരി എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് എന്ന പേരിൽ പൂജാരി നടത്തുന്ന ആൾ, മുസ്ലിമാണ് എന്ന പേരിൽ പൂജ നടത്തുന്ന ആൾ, ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്തത് കൂട്ടിയുണ്ടാക്കുന്നതായ ആള് അല്ലെ. സ്വന്തം പിതാവായിരുന്നിട്ട് പോലും ഒറ്റക്കെഴുന്നേറ്റ് നിന്നുകൊണ്ട് രാത്രിയുള്ള സർവ്വ മനുഷ്യർക്കും എതിരായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവർത്തിച്ചെങ്കിൽ യുവാക്കൾക്കുണ്ടാകേണ്ടുന്ന ധാർമ്മിക ബോധത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കുക അല്ലെ. ചെറുപ്പക്കാർക്ക് അതിനൊക്കെ സമയമുണ്ടോ? അതിനൊക്കെ ഒരു താല്പര്യമുണ്ടോ? അള്ളാഹുവിന്റെ ദീനിനെ നിരക്കാത്ത എത്രയെത്ര കാര്യങ്ങളായി സമുദായത്തിൽ കൂട്ടിക്കുഴയ്ക്കപ്പെടുന്നത് അല്ലേ. നമുക്കറിയാം അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരർഹിക്കുന്ന രീതിയിൽ അവർക്ക് കൊടുക്കേണ്ടുന്ന സ്ഥാനമാനങ്ങൾ കൊടുക്കണം. അള്ളാഹുവിന്റെ ഹബീബ് അല്ലാഹു തആല പറഞ്ഞതായി പഠിപ്പിച്ചു, മൻ ആദാലി വലിയൻ ഫഖദ് ആദംതുഹു ബിൽ ഹർബ്. എന്റെ ഔലിയാക്കൾക്ക് ആര് എതിര് ചെയ്യുന്നോ, എന്റെ ഔലിയാക്കളോട് ആര് ശത്രുത പ്രകടിപ്പിക്കുന്നോ അവനെ ഞാൻ എന്റെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഔലിയാക്കളെ ആദരിക്കണം. അള്ളാന്റെ ഹബീബിനോട് സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ മൻ ഔലിയാഉല്ലാഹ്, അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ ആരാ നബിയെ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആരാണെന്നറിയോ? അല്ലദീന ഇദാ റഊ ദുഃഖിറല്ലാഹ്. ആരെ കാണുമ്പോ അള്ളാനെ ഓർമ്മ വരുന്നുണ്ടോ? ഏത് ഔലിയാക്കളുടെ സാമീപ്യം ശ്രദ്ധിക്കുമ്പോൾ രാജാതിരാജനായ സർവശക്തനായ പടച്ച തമ്പുരാനെ നമുക്ക് ഓർമ്മ വരുമോ? അവരാണ് ഔലിയാക്കളെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔലിയാക്കളോട് അള്ളാനെ ഓർക്കാൻ കഴിയും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഔലിയാക്കളുടെ പേരിൽ എന്തൊക്കെയാ നടക്കുന്നത്? ഔലിയാക്കളുടെ പേരിൽ എന്തൊക്കെയാ നടക്കുന്നത്? ചന്ദനക്കുട മഹോത്സവം എന്ന പേരിൽ പേക്കൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഈ സമുദായം. ഏത് ഔലിയാക്കളോട് പടച്ചവനെ ഓർക്കാൻ പറഞ്ഞോ ആ ഔലിയാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് പൂരപ്പറമ്പിലെ ഉത്സവങ്ങളെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ മംഗലാംകുന്ന കർണനെയും മംഗലാംകുന്ന കേശവനെയും അതേപോലെ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും വാടകയ്ക്കെടുക്കുന്ന കൊമ്പന്മാരെ നിലനിർത്തിക്കൊണ്ട് പൂരപ്പറമ്പിനെ തോൽപ്പിക്കുന്ന രീതിയിൽ ഔലിയായിന്റെ പേരിൽ ചന്ദനക്കുട മഹോത്സവം നടത്തപ്പെടുമ്പോൾ കഴിയുന്നുണ്ടോ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് അതിനെ എതിർക്കാൻ? ഏത് ദീൻ പഠിപ്പിച്ചതായത്? ഏത് ഔലിയാക്കളാ അല്ലെങ്കിൽ ഈ ചന്ദനക്കുടമൊക്കെ നടത്തിയത്? നമ്മളൊന്ന് ചിന്തിച്ച്, ഇതൊന്നും ദീനുമായി അംഗീകരിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഇതൊന്നും ദീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അള്ളാഹു എതിർത്ത കാര്യങ്ങൾ, പടച്ചവൻ വെറുത്ത കാര്യങ്ങൾ അല്ലേ. ഇന്നിപ്പോ തൃശ്ശൂരിന്റെയും മലപ്പുറത്തിന്റെയും ഭാഗങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും ചില ചന്ദനക്കുട മഹോത്സവങ്ങൾ. ഈ റസൂലുള്ളാഹിന്റെ കാലത്തിന് സ്വഹാബാക്കൾ നേർച്ച കൊടുക്കുമായിരുന്നു. എന്തിനാ? ഒട്ടകങ്ങളെയും ആടുകളെയും കുതിരകളെയും ഒക്കെ നേർച്ച കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോ നമ്മൾ എന്ത് ചെയ്തു? 21ാം നൂറ്റാണ്ടിലെ മുസൽമാൻ സ്വഹാബാക്കളെ കടത്തിവിട്ടുക, ഞങ്ങൾക്ക് ആടും ഒട്ടകമൊന്നും കൊടുക്കാൻ പറ്റൂല. ഇന്നിപ്പോ നേർച്ച എന്താ? മംഗലാംകുന്ന കർണൻ ആനയെ നേർച്ച കൊടുക്കുക. ചന്ദനക്കുടം എന്നതിന്റെ പേരിൽ
മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഇല്ലാത്ത ആഘോഷങ്ങളും ഉത്സവങ്ങളും നടത്തപ്പെടുക എന്ന കാനകളെ നിറച്ചു കൊടുക്കുക. ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ അബൂബക്കർ ഹാജി നേർച്ച മംഗലാം അല്ലേ? എവിടെ എത്തി സമുദായത്തിന്റെ അവസ്ഥ? എവിടെ എത്തി സമുദായത്തിന്റെ അവസ്ഥ? ഏത് ഔലിയാക്കൾ കാരണമായി അള്ളാഹുവിനെ ഓർക്കണമെന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞു. ആ ഔലിയാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് കൊല്ലം ഷാഫിയുടെയും താജുദ്ദീൻ വടകരയുടെയും മ്യൂസിക്കോട് കൂടിയ ഗാനമേളകൾ ഈ സമുദായത്തിൽ നടത്തപ്പെടുമ്പോൾ ഇതാണോ ഔലിയാക്കളോടുള്ള സ്നേഹം? ഇതാണോ ഔലിയാക്കളോടുള്ള ബഹുമാനം? അല്ലെ? ഇനിയിപ്പോ റബീഉൽ അവ്വൽ നബിദിനം വരികയാണ് അല്ലെ? നബിദിനത്തിന്റെ പേരിൽ സന്തോഷിക്കാം, ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ആഘോഷിക്കാം, അന്നദാനങ്ങൾ നടത്തപ്പെടട്ടെ, ദീനീ സദസ്സുകൾ നടത്തപ്പെടട്ടെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പേരുള്ള അനുവദനീയമായ അപദാനങ്ങൾ പാടി പുകഴ്ത്തപ്പെടട്ടെ. പക്ഷേ അതിനുവേണ്ടി ഉലമാക്കൾ, മഹാനായ ഇമാം സുയൂത്തി അടക്കമുള്ളവർ അതിനുവേണ്ടി തെളിവ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ തെളിവ് പിടിച്ചുകൊണ്ട് എവിടെ നിന്നെങ്കിലും ഒരു ലോറി പിടിച്ച് അതിലേക്ക് കുറെ ബോക്സുകളും കെട്ടിവെച്ച് AR റഹ്മാന്റെ മ്യൂസിക് ഇട്ടുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്ന ഹൈന്ദവ സഹോദരങ്ങളായ സ്വാമിമാരെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ നടു റോട്ടിൽ കിടന്ന് ഡപ്പാങ്കൂത്ത് കളിക്കാൻ ഈ സമുദായത്തിന് വഴിയില്ലാതെ പോയെങ്കിൽ ആരുടെ പേര് പറഞ്ഞ? ഹുബ്ബുർ റസൂലിന്റെ പേര് പറഞ്ഞിട്ട് അല്ലെ? ഹുബ്ബുർ റസൂലിന്റെ പേര് പറഞ്ഞിട്ട് അറിയോ? അനുവദനീയമാ, കുഴപ്പമൊന്നുമില്ല. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ കിതാബിൽ വ്യക്തമായി പറഞ്ഞു. പക്ഷേ അത് പറയുമ്പോൾ അതേ ഭാഗത്ത് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി പറഞ്ഞ എന്താണെന്ന് പറയോ? ആഘോഷിച്ചോ, നിങ്ങൾ സന്തോഷിച്ചോ, ഒരു ഹറാം പോലും വരാൻ പാടില്ല. ഹറാം എന്നല്ല, ഒരു കറാഹത്ത് പോലും വരാൻ പാടില്ല. ഈ രീതിയിൽ ആഘോഷിക്കാനാ പറഞ്ഞേ, ഈ രീതിയിൽ ആഘോഷിക്കാനാ പറഞ്ഞത്. ഇത് ചെറുപ്പക്കാർക്ക് ഹുബ്ബുൻ നബി എന്ന പേരിൽ ഒരു ഇളക്കമാണല്ലോ. 11.5 മാസവും അല്ലാണ്ട് റസൂലിനെ വേണ്ട അല്ലേ? 11.5 മാസവും അല്ലാണ്ട് റസൂലിനെ വേണ്ട. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ അല്ലാഹുവിന്റെ റസൂലിനോട് എന്ത് സ്നേഹമാവണത്തോനെ. കുറെ പച്ച തോരണങ്ങളും കെട്ടി എവിടെ നോക്കിയാലും പച്ചയാ. ഇതാണോ സ്നേഹത്തിന്റെ അടയാളം? അല്ലേ? ബൈക്കിന്റെ ഹാൻഡിന്റെ 2 സൈഡും പച്ചയുണ്ടാവും, കൈയുടെ 2 തണ്ടയിലും പച്ചയുണ്ടാവും, കഴുത്തിലൊരു പച്ച റിബൺ ഉണ്ടാവും, റബീഉൽ അവ്വൽ 12 തലയിൽ ഒരു പച്ച റിബൺ ഉണ്ടാവും. വേണമെങ്കിൽ ഒന്ന് പിടിച്ചു നിർത്തി പരിശോധിച്ച അടിവസ്ത്രവും ചിലപ്പോ പച്ചയായിരിക്കും. എന്താ ന്യായം? ഹുബ്ബുർ റസൂൽ. ഇതാണോ ഹുബ്ബുർ റസൂൽ? ഇങ്ങനെ അനാചാരങ്ങൾ നടത്തിയാണോ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്? അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? എന്നോടൊപ്പം സ്വർഗത്തിൽ വരാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ? എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതെന്താണ്? മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. ആരാണോ എന്റെ സുന്നത്തുകളെ ഇഷ്ടപ്പെടുന്നത്, ആരാണോ ഞാൻ ദാടി വളർത്തിയ പോലെ ദാടി വളർത്തുന്നത്, ആരാണോ ഞാൻ തൊപ്പി ധരിച്ച പോലെ തൊപ്പി ധരിക്കുന്നത്, ആരാണോ ഞാൻ വസ്ത്രം ധരിച്ച പോലെ വസ്ത്രം ധരിക്കുന്നത്, ആരാണോ ഞാൻ വിവാഹം നടത്തിയ പോലെ വിവാഹം നടത്തുന്നത്, ആരാണോ ഞാൻ മരണാനന്തര കർമ്മങ്ങൾ നടത്തിയ പോലെ കർമ്മങ്ങൾ നടത്തുന്നത്, ആരാണോ ഞാൻ പഠിപ്പിച്ച പോലെ കച്ചവടം നടത്തുന്നത്, ആരാണോ ഞാൻ പഠിപ്പിച്ച പോലെ ജീവിക്കുന്നത്, എന്റെ സുന്നത്തിനെ ആരിഷ്ടപ്പെടുന്നോ? മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. അവനാണ് എന്നോട് സ്നേഹമുള്ളത്. എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നവനാ എന്നോട് സ്നേഹമുള്ളത്. അതല്ലാതെ റബീഉൽ അവ്വലിന് പച്ചക്കൊടിയും പിടിച്ച റോട്ടില് ചുള്ളിക്കളിച്ചിട്ട് കാര്യമില്ല ചെറുപ്പക്കാരാ. 11.5 മാസക്കാലവും ക്ലീൻ ഷേവായി വടിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു നിസ്കാരം പോലുമില്ലാതെ ജുമുഅക്കോ പെരുന്നാളിനോ മാത്രം പള്ളിയിലേക്ക് കയറിയിട്ട് ഒരു റബീഉൽ അവ്വലിന് ഹുബ്ബുർ റസൂലിന്റെ കൊടിയും പിടിച്ച് തെരുവോരങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് വഴിയിൽ നിന്നും ഉപദ്രവകരമായ കാര്യങ്ങളെ നീക്കം ചെയ്യൽ ധർമ്മമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ ആ പ്രവാചക പൊങ്കവരുടെ പേര് പറഞ്ഞുകൊണ്ട് വഴിയിൽ ബ്ലോക്ക് ഉണ്ടാക്കാനും വഴിയിൽ ജാഥ നടത്താനും വഴിയിൽ പ്രശ്നമുണ്ടാക്കാനും വണ്ടി തടഞ്ഞു നിർത്തി പിരിവ് നടത്താനും ഓടി നടക്കുന്ന ചെറുപ്പക്കാരാ. ഇല്ല പൊന്നുമോനെ, അതൊന്നും സ്നേഹമല്ലട. മൻ അഹബ്ബ സുന്നതി, എന്റെ സുന്നത്തിനെ ആരിഷ്ടപ്പെടുമോ, എന്റെ സുന്നത്തിനെ ആരിഷ്ടപ്പെടുമോ, ഫഖദ് അഹബ്ബനി, അവനാണ് എന്നോട്
എന്നോട് സ്നേഹമുള്ളത്, അവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ. വമൻ അഹബ്ബനീ, അങ്ങനെ എന്റെ സുന്നത്തുകളിലോട് എന്നെ പോലെ ജീവിച്ചുകൊണ്ട് ആരെന്നെ സ്നേഹിക്കുന്നവോ കാന മഈ ഫിൽ ജന്ന, അവനാണ് സ്വർഗത്തിൽ എന്നോടൊപ്പം സ്ഥാനമുള്ളത്. റസൂലുള്ളാഹിന്റെ വാക്കാ. എന്റെ സുന്നത്തിനെ ആര് ഇഷ്ടപ്പെടുന്നു, അതനുസാരി ജീവിക്കുന്നു, അവർക്കാ എന്നോട് സ്നേഹമുള്ളത്, അവനാണ് എന്നോടൊപ്പം സ്വർഗത്തിൽ വരുന്നത്. പടച്ചതമ്പുരാൻ അല്ലാഹുവിന്റെ ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ രസിക്കാനും ലഭിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗം അങ്ങനെയുള്ളവർക്കാ. അതുകൊണ്ട് അനാചാരങ്ങളെ എതിർക്കുന്നവരാകട്ടെ മുസ്ലിം ചെറുപ്പക്കാരൻ. എന്ത് പറ്റി? സകല പൂരപ്പറമ്പുകളിലും മുസ്ലിം ചെറുപ്പക്കാരാ അല്ലേ? സകല ഗാനമേള സദസ്സിലും മുസ്ലിം ചെറുപ്പക്കാരാ. സകല ചന്ദനക്കുട മഹോത്സവത്തിന്റെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും അവിടത്തേക്ക് വേണ്ടി ചിങ്കാരിമേളവും നെയ്യാണ്ടിമേളവും ബുക്ക് ചെയ്തു കൊടുക്കാനും ഗാനമേളയ്ക്ക് പോയി നിന്നുകൊണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിക്കാനും ഈ സമുദായത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ യാതൊരുവിധ മടിയുമില്ലാതെ അല്ലാഹുവിനെയും ഹബീബിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഓടിയെടുക്കുമ്പോൾ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതുമ്പോ അനാചാരങ്ങളെ കണ്ടാൽ വെറുക്കാൻ നിനക്ക് പറ്റട്ടെ, അനാചാരങ്ങളെ കണ്ടാൽ എതിർക്കാൻ നിനക്ക് പറ്റട്ടെ. റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട് രണ്ട് ചെറുപ്പക്കാരെ. വിഷയം യുവത്വം തന്നെയാ. അള്ളാഹുവും റസൂലും പഠിപ്പിച്ച യുവാക്കള് തന്നെയാകട്ടെ നമ്മുടെ ചർച്ച അല്ലേ? ഇന്നിപ്പോ എന്തായി? പിരിവിന് വേണ്ടി വരും. ചന്ദനക്കുട മഹോത്സവത്തിന് പിരിവ് ഔലിയാക്കളുടെ പേരിൽ ഒന്നു ചേരാൻ തെറ്റൊന്നുമില്ല. അവരുടെ ഖബറ് സിയാറത്ത് ചെയ്യേണ്ട രീതിയിൽ സിയാറത്ത് ചെയ്യാൻ തെറ്റില്ല. ഔലിയാക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യാൻ തെറ്റില്ല. ഔലിയാക്കളുടെ അനുവദനീയമായ സ്തുതികീർത്തനങ്ങൾ പാടിപ്പുകഴ്ത്താൻ തെറ്റില്ല. പക്ഷേ ആ ഔലിയാക്കളുടെ പേര് പറഞ്ഞ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടക്കുമ്പോൾ എതിർക്കപ്പെടണം അല്ലെ? ചന്ദനക്കുട മഹോത്സവത്തിന് വേണ്ടി പിരിവിന് വരും. എന്തിനാ? ആനയെ പിടിക്കാനും ഗാനമേളം നടത്താനും ശിങ്കാരമേളം നടത്താനും പിരിവിന് വരും അല്ലേ? ആ വരുന്ന സമയത്ത് എന്താ, ഒരു 50 രൂപയെങ്കിലും കൊടുത്തില്ല എങ്കിൽ എന്തു പറ്റും? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ നമ്മൾ പുറത്താക്കി കാണിക്കും. അതല്ലേ ഏറ്റവും ആദ്യം നടക്കുന്നത്? ഇതൊക്കെ അന്ധവിശ്വാസമാണ്, അനാചാരമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിനോട് സഹകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ആദ്യം ഇസ്ലാമി നമ്മൾ പുറത്തുള്ളിക്കളയും. ഇങ്ങനെ പോലും പേടിച്ച് ചെയ്യുന്നവരുണ്ട്. സംഭാവന കൊടുക്കാൻ മടിയില്ല, ബാനറുകൾ കടയിലെ പരസ്യം കൊടുക്കാൻ മടിയില്ല. എന്റെ സഹോദരങ്ങളെ സൂക്ഷിച്ചു കൊള്ളുക. ഒരു മുസ്ലിമിന്റെ ധാർമ്മിക ബോധം എന്താണ്? ഒരു മുസ്ലിം യുവാവിന്റെ ധാർമ്മിക ബോധം എന്താകണം? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, രണ്ട് ചെറുപ്പക്കാര്, രണ്ട് മനുഷ്യര് നടന്നു പോവുകയാണ്. അവരെ പ്രകാരം നടന്നൊരു നാട്ടിലെത്തുകയാണ്. ആ നാട്ടിലെത്തുമ്പോൾ കുറെ മനുഷ്യര് വന്നവരെ തടഞ്ഞു നിർത്തുന്നു. ആരാ തടഞ്ഞു നിർത്തുന്നത്? അന്നാട്ടെ ഔലിയാക്കളുടെ പേരിൽ അനാചാരങ്ങൾ നടത്തിക്കൂട്ടുന്ന കമ്മിറ്റിക്കാര് തടഞ്ഞു നിർത്തുകയാണ്. റസൂലുള്ളാഹിന്റെ വാക്കുകളാണ്. ഇമാം മുഹമ്മദിനെ പോലെയുള്ളവര് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അതേ അന്നാട്ടിലെ കമ്മിറ്റിക്കാര് വന്ന് തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ ഉത്സവത്തിന് വേണ്ടി പിരിവ് തരിക, ഞങ്ങളുടെ അനാചാരങ്ങൾക്ക് വേണ്ടി പിരിവ് തരിക. അപ്രകാരം അവര് പിരിവാവശ്യപ്പെടുമ്പോൾ ആ ചെറുപ്പക്കാരിൽ നിന്ന് പരുങ്ങുകയാണ്. ആ ചെറുപ്പക്കാരെ തടസ്സം കാണിക്കുകയാണ്. വീണ്ടും അവരവരെ ഭയപ്പെടുത്തുകയാണ്. അതിൽ നിന്നുള്ള ഒരു മനുഷ്യനിതാ പരിധി നടക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് സംഭാവന കൊടുക്കാൻ കഴിയുമോ? സംഭാവന പിരിവിന്റെ കുറ്റിയുമായി കടയിലേക്ക് വരുമ്പോൾ 10 രൂപയെങ്കിലും ഇട്ടുകൊടുത്തില്ല എങ്കിൽ മോശമെന്ന് കരുതി പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം, പിരിവിന് വേണ്ടി വരുന്നവർക്ക് അല്പമെങ്കിലും പണം കൊടുത്തില്ല എങ്കിൽ അതെത്രയോ മോശമെന്ന് കരുതുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് സൂക്ഷിച്ചു കൊള്ളടൂ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യനിതാ കറങ്ങി നടക്കുകയാണ്. ഒന്നും കിട്ടുന്നില്ല സംഭാവന കൊടുക്കാൻ, അങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ആ മനുഷ്യൻ ഒരു ചത്ത ഈച്ചയുടെ ശവം കാണുകയാണ്. 1 രൂപ പോയിട്ട് 10 പൈസയുടെ വില പോലുമില്ല. ഒരു ചത്ത ഈച്ചയുടെ ശവം കാണുകയാണ്. ആ മനുഷ്യൻ
മനുഷ്യൻ പെട്ടെന്ന് ചത്ത ഈച്ച എടുക്കുകയാണ്. എന്നിട്ട് കമ്മിറ്റിക്കാരുടെ മുന്നിലേക്ക് തരികയാണ്. നിങ്ങൾക്ക് വേണ്ടി തരാ, എന്റെ കയ്യിൽ നയാ പൈസ പോലുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് എന്റെ സംഭാവനയായി ഈ ചത്ത ഈച്ചയെ നിങ്ങൾ സ്വീകരിക്കുമോ? ഈ ചത്ത ഈച്ചയെ നിങ്ങൾ സ്വീകരിക്കുമോ? ആ മനുഷ്യനാ ചത്ത ഈച്ചയെ അവരുടേതായ പിരിവ് വഞ്ചിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ചത്ത ഈച്ച എങ്കിൽ ചത്ത ഈച്ച നമ്മളോട് സഹകരിക്കാൻ തയ്യാറായല്ലോ, താങ്കളെ നൽകിക്കൊള്ളുക. ആ മനുഷ്യനതിന് കൊടുക്കുകയാണ്. അവരതിനെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ മനുഷ്യനോട് പറയുന്നു, നീയും എന്തെങ്കിലും സംഭാവന നൽകുക, നീയും എന്തെങ്കിലും സംഭാവന നൽകുക. ഇല്ല, ഞാൻ തരില്ല എന്ന് പറയുമ്പോൾ നിന്റെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ ഒരു ചത്ത ഈച്ചയെങ്കിലും തരാൻ നിനക്ക് ശ്രമിച്ചുകൂടെ? അതിനെങ്കിലും നിനക്ക് പരിശ്രമം നടത്തിക്കൂട്? ആ മനുഷ്യൻ പറയുന്നു, ഇല്ല ഇല്ല, എന്റെ ജീവൻ പോയാലും എന്റെ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞാലും ഇല്ല ഇല്ല, നിങ്ങളുടെ ഈ അനാചാരങ്ങൾക്ക് വേണ്ടി ഒരു ചത്ത ഈച്ചയെ പോലും തരാൻ എനിക്ക് പറ്റില്ല, ഒരു ചത്ത ഈച്ചയെ പോലും തരാൻ എനിക്ക് പറ്റില്ല. എന്റെ സഹോദരങ്ങളെ, സമുദായം ഇളവുകയാണ്, നാട് മുഴുവനും ഇളകി മറിയുകയാണ്. നമ്മുടെ ഉത്സവത്തിന്, നമ്മുടെ ആഘോഷത്തിന് നമ്മോട് പങ്കുചേരാത്ത, നമ്മെ അംഗീകരിക്കാത്ത ആ മനുഷ്യനെ എല്ലാവരും ആക്രമിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആക്രമിക്കപ്പെട്ട് കൊലപ്പെടുകയാണ്, ഷഹീദാക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് ഈ സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു, സ്വഹാബാ, അനാചാരങ്ങൾക്ക് വേണ്ടി ഒരു ചത്ത ഈച്ചയെ പോലും ഞാൻ സംഭാവന ചെയ്യില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യനുണ്ടല്ലോ, അനാചാരത്തിനൊരു ചത്ത ഈച്ചയെ പോലും കൊടുക്കാത്തതിന്റെ പേരിൽ അവൻ സ്വർഗത്തിലാണ് സ്വഹാബ, അവൻ സ്വർഗത്തിലാണ് സ്വഹാബ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഒരു ചത്ത ഈച്ചയെ കൊടുത്ത മനുഷ്യനുണ്ടല്ലോ, 10 പൈസ പോലും വിലയില്ലാത്ത ചത്ത ഈച്ചയെ അനാചാരത്തിന് വേണ്ടി സംഭാവന കൊടുത്ത മനുഷ്യനുണ്ടല്ലോ, അവൻ നരകത്തിലാ, അവൻ നരകത്തിൽ വിറക് കഷണമായി വെന്തെരിഞ്ഞു കൊണ്ടിരിക്കുകയാ. മഹത്തായ പാഠമാണ്, മഹത്തായ പാഠമാണ്. അനാചാരങ്ങളെ ഒരു മനുഷ്യൻ സഹായിച്ചാൽ, അത് 1 പൈസ പോലും വിലയില്ലാത്ത നിസ്സാരമായ വസ്തുക്കൾ കൊണ്ടായാലും അവനെ നരകത്തിന് അവകാശിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചത്ത ഈച്ച അല്ലേ അനാചാരത്തിന് വേണ്ടി കൊടുത്തതിന്റെ പേരിൽ നരകത്തിലാ. കൊടുത്തോളിൻ, പരസ്യം കൊടുക്കണോ, ബാനർ കൊടുക്കണോ, ആ എന്ത് വേണേലും കൊടുത്തോ. പിന്നെ ചില ആളുകളുണ്ട്, ഞങ്ങൾ പിരിവൊന്നും കൊടുക്കൂല, അല്ലെങ്കിൽ ഞങ്ങള് അവർക്ക് പോസ്റ്ററിനോ പരസ്യമോ ബാനറോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്യുമെന്നറിയോ, എന്ത് ചെയ്യുമെന്നറിയോ, പരിപാടി നടക്കുമ്പോ ഞങ്ങളൊന്ന് പോകും. എന്താ നടക്കുന്നതെന്നറിയണമല്ലോ, അല്ല അങ്ങനെ ഒരു ന്യായമുണ്ട്. അവിടെ എന്ത് നടക്കും എന്നറിയണമല്ലോ. എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പുതിയ ഐറ്റമാണ് ഔലിയാക്കളുടെ കറാമത്ത് വെളിപ്പെടുത്താൻ. എന്താണ്? വെട്ടും കുത്തും റാത്തീൻ. അല്ലേ? വെട്ടും കുത്തും റാത്തീൻ, ഔലിയാക്കളുടെ കറാമത്ത് വെളിപ്പെടുത്താൻ. ശരീരം ഇങ്ങനെ കീറി മുറിക്കുക, കീറി മുറിക്കുക. ഏതാ ഔലിയാക്കളാ അങ്ങനെ ചെയ്തത്? മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എപ്പോഴെങ്കിലും പടച്ചവന്റെ മുന്നിൽ തന്റെ സ്ഥാനം വെളിവാക്കാൻ വേണ്ടി ഒരു കത്തി എടുത്തിട്ട് തന്റെ ശരീരം കീറിയിട്ടുണ്ടോ? അടുത്ത് നിൽക്കുന്ന ആളുടെ ശരീരം കീറിയിട്ടുണ്ടോ? പോട്ടെ, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എപ്പോഴെങ്കിലും താൻ അല്ലാഹുവിന്റെ നബിയാണെന്ന് തെളിയിക്കാൻ അബൂജഹലിനെ അബൂലഹബിനെയൊക്കെ പിടിച്ചങ്ങോട്ട് നിരത്തി നിർത്തുക. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിക്കുക, അബൂബക്കറെ ഇവിടെ വാ, കത്തി കൊണ്ട് വയറ്റിൽ ഒരു കീറ്, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീര് കൊണ്ടങ്ങ് തേച്ച് പിടിപ്പിക്കുക. ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും മുറിവ് പറ്റി വന്ന, യുദ്ധത്തിൽ മുറിവ് പറ്റി വന്ന സഹാബാക്കൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഉമിനീര് പുരട്ടിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടോ? കൺകെട്ട് വിദ്യകൾ. എങ്കിൽ പിന്നെ എന്താകണം? കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട വലിയായിട്ട് ആരെ പറയണം? മജീഷ്യൻ മുതുകാടിനെ പറയണം, അല്ലേ? അയാൾ എന്തൊക്കെയാ കാണിക്കുന്നത്? സ്റ്റേജിൽ അങ്ങോട്ട് കൊണ്ടു നിർത്തുക, 3 തുണ്ടമായിട്ട് അങ്ങോട്ട് വെട്ടി മുറിക്കുക, എന്നിട്ട് അങ്ങോട്ട് ഒന്നി ചേർക്കുക. അതിലും വലിയ കറാമത്തുണ്ടോ?
നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ എന്ത് പറയും? അങ്ങനെ ഒരു പരിപാടി നടക്കുന്നെങ്കിൽ ഒന്ന് പോകാനോ, ഒന്ന് പോയിട്ട് എന്താ നടക്കുന്നതെന്നൊന്ന് കാണാനോ. അല്ലാതെ അതിനോട് ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല, ഞങ്ങൾ അതിനെ വിജയിപ്പിക്കുന്നില്ല, എന്താ നടക്കുന്നതെന്നൊന്ന് കാണാമല്ലോ എന്ന് ന്യായം പറഞ്ഞു പോകുന്നവരുണ്ട്. അതിനെപ്പറ്റി റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അവരെ പറ്റിയും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ഒരു പരിപാടി നടക്കുമ്പോ ആള് കൂടുതലാണല്ലോ അതിന്റെ വിജയം. ഇപ്പൊ ഈ പരിപാടി നടന്നു അല്ലേ, അൽഹംദുലില്ലാഹ്, ഇവിടെ പരിപാടി നടക്കുന്നു. നടക്കാതിരിക്കാൻ പല പരിശ്രമങ്ങളും നടന്നു, ആള് കൂടാതിരിക്കാൻ പല കിംവദന്തികളും പറഞ്ഞു വരുത്തി അല്ലേ. അൽഹംദുലില്ലാഹ്, ഇത്ര ആള് വന്നില്ലേ, പരിപാടി വിജയിച്ചില്ലേ. ഒരു പരിപാടിക്ക് ആള് കൂടുതലാ അതിന്റെ വിജയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇതേപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ വേറെ ഒരു വിജയവും അവർക്ക് കൊടുക്കുന്നില്ല, ഞങ്ങളൊന്ന് പോയി നിന്ന് കാണുക മാത്രമേ ഉള്ളൂ. അതിലും വലിയ വിജയം പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ കാണാൻ ആള് കൂടുതലാണല്ലോ വിജയം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, അക്രമങ്ങളും അനാചാരങ്ങളും നടത്തപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ ദീനുമായി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പരിപാടികൾ നടത്തപ്പെടുമ്പോൾ ആരെങ്കിലും അവിടേക്ക് വെറുതെ ഒന്ന് പോയാൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പരിപാടികളായി നടത്തപ്പെടുമ്പോൾ ആരെങ്കിലും അവിടേക്കൊന്ന് നടന്നു പോയാൽ അതെവിടെ എന്താണ് നടക്കുന്നത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത് അനാചാരമെന്ന് സമ്മതിക്കുന്നതോടൊപ്പം അത് അന്ധവിശ്വാസമെന്ന് അംഗീകരിക്കുന്നതോടൊപ്പം ആ ചെയ്യുന്നത് മുഴുവനും അക്രമമാണ് എന്നറിയുന്നതോടൊപ്പം ആരെങ്കിലും അവിടേക്കൊന്ന് പോയാൽ അവർക്ക് സഹായകരമായ രീതിയിൽ ആരെങ്കിലും സൈഡിൽ ചെന്നൊന്ന് കയ്യും കെട്ടി നിന്നാൽ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ? ഫഖദ് ഖറജ മിനൽ ഇസ്ലാം. പരിപാടി നടത്തുന്നവര് മാത്രമല്ല, പിന്നെയോ സൈഡിൽ പോയി കയ്യും കെട്ടി നോക്കി നിന്നവരുണ്ടല്ലോ, അവനുൾപ്പെടെ ഫഖദ് ഖറജ മിനൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കുകയാ. അതുകൊണ്ട് എന്റെ മുസ്ലിമേ, ആദർശത്തെ പടയം വെക്കല്ലേ, വിശ്വാസത്തെ വലിച്ചെറിയല്ലേ, ഇസ്ലാമിനെ ഉപേക്ഷിച്ച് കളയല്ലേ. ജനനം മുതൽ മരണം വരെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ മരിക്കുന്ന സമയത്ത് വിശുദ്ധമായ കലിമ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ പോലെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കല്ലേ എന്ന് പടച്ചവൻ പഠിപ്പിച്ച പോലെ ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ സൈഡിൽ പോയി നിൽക്കുന്നവൻ എന്താണ്? ഇസ്ലാമിനെ പുറത്താണ്, ഇസ്ലാമിനെ പുറത്താണ്. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലേ. മുസ്ലിം സമുദായം പോകും, ഇതൊക്കെ ഒന്ന് കാണണമല്ലോ, ഈ എന്താ നടക്കുന്നത് എന്നൊന്നും അറിയണമല്ലോ, അതിനു വേണ്ടി ഒരു പോക്കുണ്ട്. പടച്ചവൻ കാത്തുരക്ഷിക്കുന്ന എല്ലായിടത്തും കൂടുതൽ ആരാ? സഹോദരിമാരാണ്. ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ കൂടുതലും സഹോദരിമാരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ വിനീതനൊന്ന് പറഞ്ഞു കൊണ്ടേ, എന്റെ പെങ്ങളെ നീ എങ്ങനെയായി, എന്റെ സഹോദരി നീ എങ്ങനെയായി, നിന്റെ ജീവിതം എങ്ങനെ, നിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും എങ്ങനെയായിരിക്കും? സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ശരീരം മറച്ചുകൊണ്ടൊരു മുസ്ലിമത്തായി ജീവിക്കാൻ താല്പര്യമില്ലാതെ സിനിമാ താരങ്ങൾക്ക്, റിയാലിറ്റി ഷോകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിതം കൊടുത്തേക്കുക അല്ലെ, അതിനുവേണ്ടി ജീവിതം ഇങ്ങനെ കൊടുത്തേക്കുക. എന്നാൽ അറിയണം, ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു പെണ്ണെങ്ങനെയാകണം, ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു പെണ്ണെങ്ങനെയാകണം. എന്റെ പെങ്ങളെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരിമാരെ അറിഞ്ഞുകൊള്ളുക, സഹോദരിമാരെ സ്വീകരിച്ചു കൊള്ളുക. അഫ്ളൽ ഖാസിമിയുടെ വാക്കല്ല, പിന്നെയോ അഫ്ളലുൽ കലാമായ അല്ലാഹുവിന്റെ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ ഇതാ പഠിപ്പിക്കുകയാണ്. സഹോദരിമാരെ വഖർന ഫീ ബുയൂതികുന്ന, വഖർന ഫീ ബുയൂതികുന്ന. പെണ്ണുങ്ങളെ, നിങ്ങളിങ്ങനെ പൂരപ്പറമ്പിലേതായ മാതകത്തിടമ്പുകളായി നടന്ന നിങ്ങൾ ഇപ്രകാരം അന്യമനുഷ്യ
മനുഷ്യർക്ക് ശരീരം ആസ്വദിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ശരീരവും തുറന്നിട്ട് നടന്നു കളയല്ലേ. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങി കഴിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ സൗന്ദര്യമുണ്ടല്ലോ, നിങ്ങളുടെ ശരീരമുണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിന്റെ അംഗരാഭണ്യങ്ങളുണ്ടല്ലോ, അതാർക്ക് വേണ്ടിയുള്ളതാ? അതാസ്വദിക്കാൻ അർഹതയുള്ള ഒരേ ഒരാൾ നിങ്ങളുടെ ഭർത്താവ് മാത്രമാണ്. ആ ഭർത്താവിന് വേണ്ടി ആ ശരീരം കൊടുക്കേണ്ടത് ഭർത്താവിന്റെ മുന്നിലല്ലാതെ അന്യരുടെ മുന്നിൽ ശരീരം തുറന്നിടുന്ന പെണ്ണേ, അല്ലാഹു തആല പറയുകയാണ്, പെണ്ണുങ്ങളെ നിങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കല്ലൂ, പെണ്ണുങ്ങളെ നിങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കല്ലൂ. അങ്ങാടികളിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പെണ്ണുങ്ങളാണ്, തുണിക്കടകളെല്ലാം കേറിയിറങ്ങി നടക്കുന്ന പെണ്ണുങ്ങളാണ്. ഖുർആനിലേക്ക് മടങ്ങുക. വഖർന ഫീ ബുയൂതികുന്ന, അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ വീട്ടുകളിൽ അടങ്ങി ഒതുങ്ങി നിങ്ങൾ കഴിയുക. വലാ തബർറുജന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, അതേ പുരാണ കാലങ്ങളിലെ പെണ്ണുങ്ങൾ ശരീരം തുറന്നിട്ട് നടന്ന പോലെ നിങ്ങളും നിങ്ങളുടെ ശരീരം തുറന്നിട്ട് നടക്കല്ലൂ. പുരാണ കാലത്തെ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമായിരുന്നു. എവിടേക്കാണ് പോകുന്നതെന്നറിയുമോ? ലോകത്തെ ഏറ്റവും ആദ്യത്തെ പള്ളിയായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനമായ കഅബാലയത്തിലേക്ക് അവർ പോവുകയാണ്. എന്തിനാ? കഅബാലയം സിയാറത്ത് ചെയ്യാൻ, കഅബാലയം തവാഫ് ചെയ്യാൻ. അവരെങ്ങനെയാണ് സിയാറത്ത് നടത്തുന്നത്? അവരെങ്ങനെയാണ് തവാഫ് ചെയ്യുന്നത്? ശരീരത്തിലെ വസ്ത്രമെല്ലാം അഴിച്ചറിയുകയാണ്. ശരീരത്തിലെ വസ്ത്രമെല്ലാം അഴിച്ചറിഞ്ഞുകൊണ്ട് പരിപൂർണ നഗ്നരായി അല്ലാഹുവിന്റെ കഅബാലയത്തെ സിയാറത്ത് ചെയ്യുമ്പോൾ അല്ലാഹു തആല പറയുകയാണ്, പെണ്ണുങ്ങളെ പാടില്ല, പാടില്ല, പാടില്ല. വലാ തബർറജന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, ഒരിക്കലും നിങ്ങൾ അങ്ങനെയാകല്ലൂ, ഒരിക്കലും നിങ്ങൾ അങ്ങനെയാകല്ലൂ. ശരീരം തുറന്നിട്ട് നടക്കല്ലൂ. ശരീരത്തിന്റെ സൗന്ദര്യം മറ്റുള്ള മനുഷ്യർക്ക് നിങ്ങൾ കൊടുക്കല്ലൂ. സൗന്ദര്യം മാത്രമല്ല എന്റെ പെണ്ണുള്ളൂ, എന്റെ സഹോദരിമാർക്ക് ഇന്ന് സുഗന്ധദ്രവ്യങ്ങളോട് വല്ലാത്ത താല്പര്യമാണ്. അത് കുളിക്കുമ്പോൾ നല്ല മണമുള്ള സോപ്പ് തേക്കുകയാണ്, തലയിൽ നല്ല മണമുള്ള ഷാമ്പൂ തേക്കുകയാണ്, വസ്ത്രത്തിലെ നല്ല പെർഫ്യൂംസും അത്തറുകളും മാറി പുരട്ടുകയാണ്. പോരാത്തതിന് തലയിൽ നല്ല മണമുള്ള പൂവും കെട്ടിത്തൂക്കുകയാണ്. അങ്ങനെ കെട്ടിത്തൂക്കിക്കൊണ്ട് എന്റെ പെങ്ങന്മാര് കല്യാണത്തിന് പോകുമ്പോ അങ്ങനെ സൗന്ദര്യത്തിന് സുഗന്ധമുള്ള വസ്തുവകകൾ കെട്ടിവെച്ചിട്ട് എന്റെ സഹോദരിമാര് സിയാറത്തിന് വേണ്ടി പോകുമ്പോ, എന്റെ സഹോദരിമാര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊരുങ്ങുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കടൂ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഏതെങ്കിലും ഒരു പെണ്ണ്, ഏതെങ്കിലും ഒരു പെണ്ണ്, ഒരു പെണ്ണുതാ ശരീരത്തിൽ സുഗന്ധവും പൂശിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശരീരത്തിലും വസ്ത്രത്തിലുമെല്ലാം സുഗന്ധമുള്ള വസ്തുക്കളും വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവരൊരു സമൂഹത്തിനടുക്കലോടെ നടന്നു നീങ്ങുകയാണ്. അങ്ങനെ സുഗന്ധപൂരിതമായ പെണ്ണുങ്ങള് അന്യരായ പുരുഷന്മാർ അടുക്കലോടെ നടന്നു നീങ്ങുകയാണ്. അങ്ങനെ നടന്നു നീങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫയജിദു റീഹഹാ, ഫയജിദു റീഹഹാ, നിന്റെ ശരീരത്തിലുള്ള, നിന്റെ തലയിൽ ചൂടിയ മുല്ലപ്പൂവുണ്ടല്ലോ എന്റെ പെങ്ങളെ, നീ തേച്ചു കുളിച്ച സോപ്പിന്റെ മണമുണ്ടല്ലോ, നിന്റെ വസ്ത്രത്തിൽ നീ അടിച്ച വിലയുന്ന പെർഫ്യൂംസ് ഉണ്ടല്ലോ, അതിന്റെ എങ്ങാനും ഒരു ചെറിയ നറുമണം. അന്യനായ പുരുഷന്റെ നാസ്വാദ്വാരങ്ങളിലേക്കൊന്ന് കടന്നാൽ നിന്നെ കാണല് ഹരാമായ, നിന്റെ ശരീരം കാണല് നിഷിദ്ധമായ അന്യനായ ഒരു പുരുഷന്റെ മൂക്കിലേക്ക് നിന്റെ ശരീരത്തിന് വസ്ത്രത്തിലേതായ സുഗന്ധത്തിന്റെ നറുമണമൊന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഫഹിയ സാനിയ, ഫഹിയ സാനിയ, ഏ പെണ്ണേ അവൾ വ്യഭിചാരിച്ച പെണ്ണാണ്, ഏ പെണ്ണേ അന്യപുരുഷന് വേണ്ടി
ശരീരം തുറന്നു കൊടുത്തിട്ട് അവനോട് വ്യഭിചാരം നടത്തിയ പെണ്ണിന് തുല്യമാണ് ശരീരത്തിന് സുഗന്ധം പൂശിക്കൊണ്ട് പുറത്തേക്കിറങ്ങുന്ന പെണ്ണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങള് സൂക്ഷിക്കണം, ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹു തആല പറഞ്ഞു വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ. വിവരമില്ലാത്ത കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ നടന്ന പോലെ നിങ്ങൾ നടക്കല്ലേ. ശരീരത്തിന്റെ നഗ്നത കാട്ടി, ശരീരത്തിൽ ഇങ്ങനെ അത്രമൊക്കെ വാരി പുരട്ടി അല്ലേ. എവിടെ വറവിന് വരുമ്പോഴെന്ന് പറഞ്ഞാലും സഹോദരിമാർക്ക് ഇപ്പൊ അങ്ങനൊന്നുമില്ല. മരിച്ച വീട്ടിൽ പോയാലും ഒരുങ്ങാൻ 1 മണിക്കൂർ അവർക്ക് ഫർളാണ്. എവിടെ പോണെന്ന് പറഞ്ഞാലും ഒരുങ്ങാൻ 1 മണിക്കൂർ ഫർളാണ്. ഏത് സാരി എടുക്കണം, ഏത് ചുരിദാർ ഇടണം അല്ലെ, എത്ര ഇഞ്ച് പുറത്താക്കണം, എത്ര ഇഞ്ച് അകത്താക്കണം, മുടി എങ്ങനെ ചെയ്യണം, പിന്നെ ഏത് മഫ്തയായിടേണ്ടത് അല്ലെ. മഫ്ത സംസ്കാരം ഒരു സ്റ്റൈലിന്റെ ഭാഗമാണല്ലോ. ക്യൂടെക്സ് ഇടുന്നത് ഒരു സ്റ്റൈലായി, ലിപ്സ്റ്റിക് ഇടുന്നത് ഒരു സ്റ്റൈലായി, ഐലൈനർ ഉപയോഗിക്കൽ ഒരു സ്റ്റൈലായി, മഫ്ത കെട്ടൽ ഒരു സ്റ്റൈലായി. ഒരു സ്റ്റൈല് എന്നേ പറയാൻ പറ്റുള്ളൂ. സഹോദരിമാരുടെ കോലം കണ്ടാൽ പറഞ്ഞാൽ എന്താ, അല്ല മുടിയൊക്കെ മുഖത്തൊക്കെ നല്ല പൗഡറൊക്കെ ഇട്ട് പെയിന്റൊക്കെ വാരി പൂശി ഇങ്ങനെ വെളുപ്പിച്ചിങ്ങനെ ചുമപ്പിച്ച് വെക്കുക. എന്നിട്ട് കുറച്ചുകൂടെ എടുത്ത് കാണിക്കാൻ വേണ്ടി ഒരു കറുത്ത തുണി എടുത്ത് വരിഞ്ഞങ്ങ് കെട്ടുക. അപ്പൊ കാണാൻ നല്ല ചേല അല്ലേ, സ്റ്റൈലിന് വേണ്ടിയിട്ടൊരു മഫ്ത. എന്നിട്ട് ഇതുമെല്ലാം ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയേക്കുക ആ സഹോദരിമാരെ ഇറങ്ങുക. വ്യാഴാഴ്ച ഞായറാഴ്ച നോക്കി എവിടെയൊക്കെ സിയാറത്തിന് പോകാൻ പറ്റുന്നതായി. സിയാറത്ത് ഇസ്ലാം അനുവദിച്ച, പക്ഷെ എന്താണെന്നറിയോ, ചില മാന്യതകളും മര്യാദകളും സൂക്ഷിക്കേണ്ടതുണ്ട്. ചില മാന്യതകളും മര്യാദകളും സൂക്ഷിക്കേണ്ടതുണ്ട്. അറിയോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയായ മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കുള്ള റോൾ മോഡൽ, അള്ളാന്റെ ഹബീബിനോടൊപ്പം ജീവിതം നയിച്ച, ജീവിതം പങ്കുവച്ച, റസൂലുള്ളാഹിന്റെ സ്വകാര്യ നിമിഷങ്ങൾ പോലും അടുത്തറിഞ്ഞ മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അള്ളാന്റെ ഹബീബിന്റെ ഖബർ സിയാറത്ത് ചെയ്യുമായിരുന്നു. ഒരിക്കലും അഫ്ളൽ ഖാസിമി സിയാറത്തിനെതിരല്ല. സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്, സിയാറത്ത് ചെയ്യൽ പുണ്യകർമ്മമാണ്, സിയാറത്ത് ചെയ്യൽ മരണത്തെ ഓർക്കേണ്ടുന്ന കർമ്മമാണ്. അതേ അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താവുകയാണ്, റസൂലുള്ളാഹി തങ്ങളെ ഖബറടക്കുകയാണ്. എവിടെയാണ്? ആയിഷാന്റെ വീട്ടിനുള്ളിലാ ഖബറടക്കപ്പെട്ടിരിക്കുന്നത്. ഏത് വീട്ടിൽ ആയിഷ താമസിക്കുന്നു ആ വീട്ടിനുള്ളിലാ റസൂലുള്ളാഹിനെ ഖബറടക്കിയിരിക്കുന്നത്. ആയിഷ സിദ്ദീഖ എപ്പോഴും സിയാറത്ത് ചെയ്യുമായിരുന്നു റസൂലുള്ളാഹിന്റെ ഖബറിനെ, റസൂലുള്ളാഹിന്റെ റൗളയെ. ഏത് കോലത്തിലെന്നറിയുമോ? വീട്ടിലേത് കോലത്തിൽ നിൽക്കുമോ എന്ന് പറഞ്ഞാൽ മുഖം മറയ്ക്കാതെ, കൈമറയ്ക്കാതെ, ശരീരത്ത് അന്യപുരുഷന്റെ മുന്നിൽ ഏതൊക്കെ ഭാഗങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ലയോ ആ ഭാഗങ്ങളൊന്നും മറയ്ക്കാതെ സാധാ വേഷത്തിൽ ആയിഷ സിയാറത്ത് ചെയ്യുമായിരുന്നു. കാരണം ഖബറടക്കപ്പെട്ടത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് എന്ന് മാത്രമല്ല, സിയാറത്ത് ചെയ്യാൻ ആയിഷയ്ക്ക് വീട്ടിന്റെ വെളിയിലേക്ക് ഒരു ചുവട് പോലും വെക്കേണ്ടി വരുമായിരുന്നില്ല. കുറെ നാൾ കഴിഞ്ഞു ആയിഷാന്റെ ഉപ്പയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. അബൂബക്കർ സിദ്ദീഖിനെ റസൂലുള്ളാഹിന്റെ തൊട്ടരികിൽ തന്നെ ഖബറടക്കുകയാണ്. അപ്പോഴും ആയിഷ സിയാറത്ത് ചെയ്യുമായിരുന്നു. തന്റെ വീട്ടിന്റെ ഉള്ളിലാ തന്റെ ഭർത്താവ് പ്രിയപ്പെട്ട ഉപ്പയുമാ ഖബറടക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോഴും സാധാരണ വസ്ത്രം ധരിച്ച് ആയിഷ സിയാറത്ത് ചെയ്യുമായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മഹാനായ ഉമറിന്റെ കാലഘട്ടത്തില് ഉമറിന്റെ രോഗബാധിതനായി മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഉമറങ്ങനെ മരണത്തോടടുത്ത് കിടക്കുമ്പോ മഹാനായ ഉമറിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ആയിഷാനെ കാണാൻ വരികയാണ്. എന്നിട്ട് ആയിഷാനോട് അനുവാദം ചോദിച്ചു, ആയിഷ, എന്റെ ഉപ്പയായ ഉമർ മരിക്കാനെടുത്തു. ആയിഷ, എന്റെ ഉപ്പയ്ക്ക് റസൂലുള്ളാഹിന്റെ അടുക്കൽ അടക്കപ്പെടാൻ ആഗ്രഹമുണ്ട്. ആയിഷ,
എന്നാൽ അത് നിങ്ങളുടെ വീടാണ്, നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടാണ്. നിങ്ങൾ അനുവാദം തന്നിട്ടല്ലാതെ അതിന് സാധിക്കില്ല. ആയിഷ സിദ്ദീഖ പറയുന്നു, ഇബ്നു ഉമർ, ഞാനത് ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു, എനിക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ച സ്ഥലമായിരുന്നു. പക്ഷേ ഉമർ ചോദിക്കുമ്പോൾ നിരസിക്കാൻ പറ്റുമോ? ഉമറിന് വേണ്ടി ഞാൻ ആ സ്ഥലം തന്നിരിക്കുകയാണ്. മഹാനായ ഉമർ വഫാത്താവുകയാണ്. ഉമറിനെ കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെയും അബൂബക്കർ സിദ്ദീഖിന്റെയും ചാരത്ത് ഖബറടക്കുകയാണ്. എവിടെയാണ്? ആയിഷാന്റെ വീടിന്റെ ഉള്ളിൽ തന്നെയാണ്. ആയിഷാന്റെ വീടിന്റെ ഉള്ളിൽ തന്നെയാണ്. ആയിഷയ്ക്ക് സിയാറത്ത് ചെയ്യാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിന് പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോഴും ആയിഷ സിയാറത്ത് ചെയ്യുന്നു. പക്ഷേ എങ്ങനെയെന്നറിയുമോ? ശരീരം മുഴുവനും മറയ്ക്കുന്നു ആയിഷ. തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം പുറത്തു വരാതെ, തന്റെ ശരീരത്തിന്റെ തടിപ്പോ തുടിപ്പോ വെറുപ്പോ പുറത്തു വരാതെ ശരീരം മുഴുവനും മറയ്ക്കുന്നു ആയിഷ. എന്നിട്ട് ആ ഖബറുകളെ സിയാറത്ത് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ആയിഷ അങ്ങനെ ശരീരം മറച്ചിട്ടില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ശരീരം മറച്ചതെന്നറിയുമോ? മൂന്നാം തവണ അവിടെ ഖബറടക്കപ്പെട്ടത് മഹാനായ ഉമറുൽ ഫാറൂഖാണ്. ഉമർ ആയിഷാന് അന്യനായ പുരുഷനാണ്. ഉമറിന്റെ മുന്നിൽ ഒരിക്കലും ആയിഷാന്റെ സൗന്ദര്യം വെളിപ്പെടുത്താൻ പറ്റില്ല. ആ ഉമറിനെ ഖബറടക്കിയത് തന്റെ വീടിന്റെ ഉള്ളിലായിരുന്നാലും ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ പരിപൂർണമായും ശരീരം മറച്ചു ആയിഷ. എന്റെ പെങ്ങളെ, നിനക്ക് മാതൃകയാണ്. സിയാറത്തിന് മാതൃകകളുണ്ട്. വീട്ടിന് പുറത്തിറങ്ങുമ്പോൾ മാന്യതകളും മര്യാദകളും സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് പടച്ചവൻ പറഞ്ഞത്, വലോ തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. അതാണ് അല്ലാഹു തആല പറഞ്ഞ ശരീരം ഇങ്ങനെ തുറന്നിട്ട് നടക്കട്ടെ. ആയിഷ സിദ്ദീഖ സിയാറത്ത് ചെയ്തു. എങ്ങനെയാ? ഉമറിനെ അടക്കപ്പെട്ടു. ഉമർ ഖബറിനുള്ളിലാ, വീട്ടിൽ നിന്ന് പുറത്തേ ഇറങ്ങണ്ട, സ്വന്തം വീട്ടിനകത്താ. എന്നിട്ട് പോലും ഖബറിനുള്ളിൽ കിടക്കുന്ന ഉമറിനെ ആയിഷ സിദ്ദീഖ പരിഗണിച്ചെങ്കിൽ, സഹോദരന്മാരെ, നിങ്ങൾ ഖബറിനുള്ളിൽ കിടക്കുന്നവരെ പരിഗണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഖബറിനുള്ളിൽ പോകാത്ത കുറെ പുരുഷന്മാര് വെളിയിലുണ്ടല്ലോ, അവരെങ്കിലും ഒന്ന് പരിഗണിച്ചൂടെ? ശരീരം ഒന്ന് മറച്ചൂടെ? ശരീരം മറച്ചെന്ന സഹോദരിമാർക്കൊന്ന് പുറത്തിറങ്ങിക്കൂടെ? നാണും പെണ്ണുമെല്ലാം കൂടിക്കൊള്ളുക അല്ലേ? ദീനിന്റെ പേരിൽ സിയാറത്തിന്റെ പേരിൽ എന്തു പറ്റി? സിയാറത്ത് ടൂറാക്കി മാറ്റിയില്ലേ ഈ സമുദായം? സിയാറത്ത് ടൂറ്. റസൂലുള്ളാഹി പറഞ്ഞു, സിയാറത്ത് ചെയ്യുന്ന മരണത്തെ ഓർക്കും അല്ലേ? എന്തായി? സിയാറത്ത് ടൂറായിട്ട് മാറി. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുക, ഭീമാപ്പള്ളി, കടുവാപ്പള്ളി, കരുനാഗപ്പള്ളി വഴി ഇങ്ങനെ വരിക, വികാരാഞ്ചിലൊക്കെ വന്ന് ഒന്ന് ശുദ്ധിയായി ഇങ്ങനെ സിയാറത്ത് എന്നിട്ട് തുടരുക. സിയാറത്ത് ടൂർ. പടച്ചോ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണത്തെ ഓർക്കാനുള്ള സിയാറത്ത് എങ്ങനെയാ സഹോദരങ്ങളെ ഒരു ഉല്ലാസ യാത്രയായി മാറുന്നത്? അതെങ്ങനെയാ? നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ദീനിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ദീനിൽ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ മനസ്സിലാക്കാൻ ഈ സമുദായത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നെന്തു പറ്റി? ഖബർ സിയാറത്തിന്റെ പേരിൽ അനാവശ്യമായ അമിതമായ സാമ്പത്തിക ചൂഷണമാണ് ഈ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യാവസ്ഥയെ മറച്ചു വെച്ചുകൊണ്ടുള്ള ചൂഷണം ഖബർ സിയാറത്ത് അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഇന്ന് മഖ്ബറകളിലെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നിലവിളക്കില്ലാത്തൊരു സിയാറത്തുണ്ടോ? നിലവിളക്കില്ലാത്ത മഖ്ബറയുണ്ട്. 99% മഖ്ബറയിൽ നിലവിളക്ക്. പക്ഷെ നമുക്കറിയോ ഇസ്ലാമിന്റെ വീക്ഷണം എന്താ അവിടെ? ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ് പറയുന്നത്. നീ എല്ലാവരും ഇനി എന്നെ ടെസ്റ്റ് ചെയ്യണ്ട, ആരും എന്നെ മൈക്രോസ്കോപ്പിൽ കയറ്റണ്ട, ഇയാൾ ഏത് ഗ്രൂപ്പുകാരനാവേ, ആരും അതിനുവേണ്ടി കഷ്ടപ്പെടണ്ട. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പറയാം. ചോദിക്കാം, ഏത് പണ്ഡിതനോടും ചോദിക്കാം. ഞാനും സിയാറത്തൊക്കെ ചെയ്യുന്ന ആളാണ്. ഇവിടെ വടകര നാദാപുരം ഭാഗത്ത് വന്നപ്പോൾ നാദാപുരം പള്ളിയിൽ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. എത്ര ഔലിയാക്കളുടെ ഖബറുണ്ട്. ഒരു നിലവിളക്കിന്റെ അവിടെ ഉണ്ടാവും. എന്റെ ഇല്ലാത്ത ചിന്തിച്ചിട്ടുണ്ടോ? പോകട്ടെ, ഉണ്ട്. കുഞ്ഞിപ്പള്ളി, വടകരയിലെ മാഹിക്കടുത്ത് കുഞ്ഞിപ്പള്ളിയിൽ അടക്കപ്പെട്ടിരിക്കുന്നതാരാ? കേരള സംസ്ഥാനത്തും ലോകമറിയപ്പെട്ട വിജ്ഞാനത്തിന്റെ മുത്ത്
മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അസ്സാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി അല്ലാഹു തആല മഹാനുഭാവന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സകല സങ്കീർണതകളും പ്രശ്നങ്ങളും പരിഹരിച്ചു തരുമാറാകട്ടെ. അല്ലേ? അറിയോ, ഒരൊറ്റ നിലവിളക്ക് കത്തിക്കാൻ സമ്മതിക്കൂല. അവിടെ നല്ല ഖബറിലൊന്നും തൊടാൻ പോലും പറ്റൂല. ഖബറിലൊന്നും തൊടാൻ പോലും പറ്റൂല. എന്താ കാര്യം? എന്താ? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അസ്സാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി രചിച്ച കിതാബുണ്ട്, ഇർഷാദുൽ ഇബാദ് എന്ന കിതാബ്. ആലിം കോഴ്സ് പഠിക്കുന്ന, 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന, സാധാരണ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ പോലും ഇന്ന് ഇർഷാദുൽ ഇബാദ് എന്ന സൈനുദ്ദീൻ മഖ്ദൂം അസ്സാനി റഹിമഹുള്ളയുടെ കിതാബ് പഠിക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിച്ച വിശ്വലോകോത്തര പണ്ഡിതരായ മഹാനവറുകൾ പറയുന്നു, മക്ബറകളിൽ ആവശ്യമില്ലാതെ നിലവിളക്ക് കത്തിക്കൽ ഹറാം, മക്ബറയിൽ തൊട്ടുമുട്ടൽ ഹറാം, ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്യൽ ഹറാം, ബറക്കത്തിന് വേണ്ടി ഖബറിന്റെ മുന്നിൽ കുമ്പിടൽ ഹറാം. എന്തിനാ സഹോദരങ്ങളെ ഈ സത്യത്തെ നമ്മൾ മറച്ചു വെക്കുന്നത്? ഹറാമായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം. അങ്ങനെ ചോദിച്ചോളി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പണ്ഡിതനോട് ചോദിച്ചോളി. ഇല്ല എന്ന് പറഞ്ഞാൽ ഇർഷാദുൽ ഇബാദിന്റെ മലയാള പരിഭാഷ വാങ്ങാൻ കിട്ടും, വാങ്ങി നിങ്ങൾ പഠിച്ചു നോക്കിക്കോളി. ഇനി ഞാനില്ലാത്ത പറയുന്നതാണെങ്കിലോ, അയാൾ എവിടുന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണോ എന്തൊക്കെയോ പറഞ്ഞിട്ടങ്ങ് പോയി. വേണ്ട, നിങ്ങൾ പഠിച്ചു നോക്കിക്കോളി. ഇർഷാദുൽ ഇബാദിന്റെ മലയാളം സാധാരണ ഒരു കിതാബാ പറഞ്ഞത്. എത്രയോ വലിയ വലിയ കിതാബുകളിൽ ഈ സംഭവം വന്നിരിക്കുന്നു. ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നത്. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ സുന്നത്തി ജമാഅത്തിലൊക്കെ പുറത്താക്കലാണല്ലോ. അതിപ്പോ ആരുടെയൊക്കെ ഒരു കുത്തകയാണ്. സുന്നത്തി ജമാഅത്തിൽ നിന്ന് പുറത്താക്കലാണോ? പടച്ചമ്പരാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുന്നത്തി ജമാഅത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാനിത് പറഞ്ഞത് ഇന്ന് സഹോദരിമാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വീണുപോകുന്നത്. സിയാറത്തിന്റെ പേര് പറഞ്ഞ് സഹോദരിമാര് കുന്നുകൂടുക. എന്നിട്ടെന്തായി? അതിന്റെ പേരിൽ അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക, സ്ത്രീ പുരുഷന്മാരെ കൂട്ടിമുട്ടുക, യാതൊരുവിധ ലജ്ജയുമില്ലാതെ ശരീരം കൂട്ടിമുട്ടിക്കൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ അത് സിയാറത്താകട്ടെ, കല്യാണമാകട്ടെ, ചന്ദനക്കുട മഹോത്സവമാകട്ടെ, ഏത് പേരിലായാലും അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ ശരീരങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടുന്ന അവസ്ഥ വന്നോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്നാൽ റജുലൻ ഖുൻസീറൻ മുതലത്തിഹം ബിദീനിൻ ഔ ഹമിആ خير له من أن يذهب منكبيه ومنكب امرأة لا تحل له. അല്ലാഹുവിന്റെ ഹബീബായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ ശരീരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ എന്ത് പുണ്യത്തിലാണെന്ന് പറഞ്ഞാലും, എന്ത് പ്രതിഫലത്തിലാണെന്ന് പറഞ്ഞാലും, അങ്ങനെ കൂട്ടിമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ അതിനേക്കാൾ ഏറ്റവും നല്ലത് റസൂലുള്ളാഹിന്റെ വാക്കുകളാണ്, എന്റെ വാക്കുകളല്ല. അതിനേക്കാൾ ഏറ്റവും നല്ലത് റജുലൻ ഖിൻസീറാ മുതലത്തിഹൻ ബിദീനിൻ ഔ ഹമിആ. അതേ മലത്തിലും മൂത്രത്തിലും വിസർജ്യ വസ്തുക്കളിലും താമസിക്കുന്ന പന്നിയുണ്ടല്ലോ, ലോകത്തെ ഏറ്റവും നികൃഷ്ടമായ ജീവിയായ പന്നിയുണ്ടല്ലോ, സ്വന്തം വിസർജനത്തെ പോലും ഭക്ഷണമാക്കി തിന്നുകളയുന്ന പന്നിയുണ്ടല്ലോ, ആ പന്നിയുടെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് മറിയലാണ്. അപ്രകാരം ശരീരം ചേരുന്നതിനേക്കാൾ ഏറ്റവും നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ സഹോദരിമാര്, എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് സകല കിംവദന്തികളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ ദീനിന്റെ സദസ്സിലേക്ക് തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സ്നേഹപൂർവ്വം നിങ്ങളോട് പറയുകയാണ്, ആദരവോടെ നിങ്ങളോട് പറയുകയാണ്, ഉമ്മ നിങ്ങൾക്ക് സ്വർഗം വേണോ? എന്റെ സഹോദരി, നിങ്ങൾക്ക് സ്വർഗം വേണോ? അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കരുത്, ശരീര സൗന്ദര്യം മറച്ചു വെക്കരുത്, അന്യപുരുഷനോടുള്ള മോശമായ ബന്ധത്തെ മാറ്റി വെക്കരുത്. അങ്ങനെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട്, റസൂലുള്ളാഹി പഠിപ്പിച്ച മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആര് നല്ല രീതിയിൽ സംതൃപ്തയായി ജീവിച്ചോ, അല്ലാഹു തആല അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് വിശാല വിസ്തൃതമായ സ്വർഗമെന്ന ഖുർആൻ.
അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട് പറയുന്നു, പെങ്ങളെ ശരീരത്തെ സൂക്ഷിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ ശരീര സൗന്ദര്യം തുറന്നിടാതെ അന്തസ്സോടൊരു മുസ്ലിമത്തായി ജീവിക്കും. ഇവിടെ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നു. അടുത്തതായി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു യുവാവ് എന്ന് പറഞ്ഞാൽ ധാർമ്മിക ബോധമുള്ള ഒരു യുവാവ്. ഈ ധാർമ്മിക ബോധം എന്നൊക്കെ പറഞ്ഞ എന്താണ്? എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാല് കുറെ അങ്ങോട്ട് നിസ്കരിക്കുക, കുറെ നോമ്പ് പിടിക്കുക, പൈസ ഉള്ളവരാണെ ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, അതോടുകൂടി അങ്ങനെ തീർന്നു എന്നാ കരുതിയെ. അതോടുകൂടിയൊക്കെ അങ്ങ് തീർന്നു, എല്ലാം കഴിഞ്ഞു എന്നാ വിചാരിച്ചേ. പക്ഷേ അല്ലാഹു തആല പറഞ്ഞ അങ്ങനെ അങ്ങോട്ട് തീർന്നിട്ടൊന്നുമില്ല. അവിടെ ഒന്നും തീർന്നിട്ടൊന്നുമില്ല. ലൈസൽ ബിർറ അൻ തുവല്ലു വജൂഹക്കും ഖിബല അൽ മശ്രിഖി വൽ മഗ്രിബ്. പടിഞ്ഞാറോട്ടം കിഴക്കോട്ടം മുഖം തിരിച്ചുകൊണ്ട് ഓടിയത് കൊണ്ടൊന്നും പരിപൂർണമായും പുണ്യം കിട്ടിയെന്ന് കരുതണ്ട. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരുപാട് ശാഖകളും ശാഖോപ ശാഖകളും ഉള്ളതായ ഒരു വലിയ വൻപട വൃക്ഷത്തിന് തുല്യമാണ്. അതുകൊണ്ട് പടച്ചവൻ പറഞ്ഞു, പരിപൂർണമായും മുസ്ലിമാണ്. ഇസ്ലാം എന്തൊക്കെ പഠിപ്പിക്കുന്നു? ഇസ്ലാം പഠിപ്പിക്കുന്നേക്കാളോ ഖുർആൻ പറഞ്ഞത്. ഖുർആൻ എന്തൊക്കെ പഠിപ്പിക്കുന്നു അങ്ങനെ പരിപൂർണമായി മുസ്ലിമാക്കുക. അല്ലെ, ഇത് ഖുർആൻ പറയേണ്ട സംസാരം. ഖുർആൻ പറയുന്നതിന് ഇവിടെ തടസ്സവും യാതൊരു പ്രശ്നവുമില്ല, അല്ലെ. അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു ആൺകുട്ടിയുണ്ട്. എന്റെ ചെറുപ്പക്കാർ ഒരു നിമിഷം ശ്രദ്ധിക്കുവിൻ. ആൺകുട്ടിയാകാനാണ് നിനക്ക് കഴിയേണ്ടത്. എങ്ങനെയുള്ള ആൺകുട്ടി? വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനും സത്യത്തിനും വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ആൺകുട്ടിയാകാനാണ് നിനക്ക് കഴിയേണ്ടത്. ഉറങ്ങിക്കിടക്കുന്ന സിംഹക്കുട്ടികളെ ഇവിടെ വേണ്ട, മറിച്ച് ഉണർന്ന് പ്രവർത്തിക്കുന്ന ആൺകുട്ടികൾ ഇവിടെ ഉണ്ടാകട്ടെ. ഖുർആൻ പഠിപ്പിക്കുന്ന ആൺകുട്ടി ആരാ? ഒരാൺകുട്ടി. ഒരുപാട് ആൺകുട്ടികളെ പറഞ്ഞു പറയാൻ സമയമില്ല. എങ്കിലും ഒരു ആൺകുട്ടിയുണ്ട്. ആരാന്നറിയോ? തന്റെ നാട്ടിൽ നീതി നിഷേധം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഓടി വന്ന് അതിനെതിരെ പ്രതികരിച്ച ഒരാൺകുട്ടി. നീതി നിഷേധം നടക്കുന്നു എന്നറിഞ്ഞു എന്ന് പറഞ്ഞാല് ശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു നാട്ടിലെ കാര്യമാണ്. ഖുർആനാണ്, ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ പറഞ്ഞു ഒരു നാട്ടിലെ കാര്യം. ആ നാട്ടിലേക്ക് 2-3 മനുഷ്യര് വന്നു. എന്തിനാ? സത്യം പറയാം, അള്ളാഹുവിന്റെ ദീനിനെ പറയാൻ, വിശുദ്ധമായ ഖുർആനും ഹദീസും പറയാൻ. ആ നാട്ടിലേക്ക് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനവും പ്രഭാഷണവും നടത്താൻ സത്യസന്ധരായ മനുഷ്യന് കടന്നു വന്നപ്പോൾ നാട്ടിലുള്ള പ്രമാണിമാർക്ക് സഹിക്കുന്നില്ല, നാട്ടിലുള്ളവർക്ക് പറ്റുന്നില്ല, എതിർക്കാൻ തുടങ്ങി. ഞങ്ങളുടെ നാട്ടിലെങ്ങാനും വന്ന് വല്ലതും പറഞ്ഞ കല്ലെറിഞ്ഞ് കൊല്ലൂന്ന് പറഞ്ഞു. ഖുർആനാണ് ഇത്, ഖുർആനാണ്, ഇല്ലാത്തതൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ നാട്ടിലെങ്ങാനും വന്ന കല്ലെറിഞ്ഞ് ഓടിക്കൂന്ന് പറഞ്ഞു. ഖുർആൻ പറയുന്നു അവിടെ ഒരു ആൺകുട്ടി ഉണ്ടായി. തന്റെ നാട്ടിൽ നടക്കുന്ന നീതി നിഷേധത്തെ ചോദ്യം ചെയ്യാൻ ഒരു ആൺകുട്ടി പറഞ്ഞാൽ, തന്റെ നാട്ടിൽ സത്യദീനിന്റെ പ്രബോധനത്തിന് തടസ്സം നേരിട്ടപ്പോൾ ചങ്കോറ്റത്തോടുകൂടി അതിനെ ചോദ്യം ചെയ്യാൻ ഒരു ആൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് ഖുർആൻ. ഈ നാട്ടുകാർക്ക് അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ രാജ്യത്ത് ഏത് മതത്തിൻ്റെതായാലും ആ മതത്തിന്റെ ആദർശങ്ങൾ, ആ മതത്തിന്റെ അനുയായികളെ പിടിച്ചിരുത്തിക്കൊണ്ട് പരസ്യമായി പ്രബോധനം ചെയ്യാനുള്ള അനുവാദം ഇന്ത്യ രാജ്യം നമുക്ക് വകവെച്ച് നൽകുന്നുണ്ട്. അത് ഏത് മതമായി കൊള്ളട്ടെ, ഇന്ത്യ രാജ്യത്തിനുള്ളിൽ ഒരു മതത്തിൻ്റെതായ അനുയായികളെ വിളിച്ചിരുത്തിക്കൊണ്ട് ആ മതത്തിൻ്റെതായ അധ്യാപനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അനുവാദമുണ്ട്. അത് മുസൽമാനായാലും ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും ആർക്കായാലും അനുവാദമുണ്ട്. എന്നാൽ എന്റെ സഹോദരങ്ങളെ ചോദിച്ചുകൊള്ളട്ടെ, പിന്നെന്താ ഇവിടെ പറ്റാത്തെ? മൂവാറ്റുപുഴ അസ്ഹർ മൗലവി വരുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു വെകിളിപിടുത്തം ഉണ്ടായില്ലേ? ആരാ മൂവാറ്റുപുഴ അസ്ഹർ മൗലവി? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ബഹുമാനപൂർവ്വം ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ. ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങൾക്കറിയുമോ ആരാണ് മൂവാറ്റുപുഴ അസ്ഹർ മൗലവി എന്ന്? ഇന്നലെ ഒരു ദിവസം വാനലോകത്ത് നിന്ന് പൊട്ടി വീണ ഒരു മനുഷ്യനൊന്നുമല്ല. ഇന്നലത്തെ ദിവസമല്ലെങ്കിൽ ഇന്ന് പകല് പാകിസ്ഥാനിൽ നിന്നോ താലിബാനിൽ നിന്നോ വിമാനം കയറി കേരളത്തിൽ കാലുകുത്തിയ മനുഷ്യനൊന്നുമല്ല. മറിച്ച് ഏകദേശം 20 വർഷത്തോളം കാലഘട്ടമായി മുസ്ലിം മതപ്രഭാഷണ വേദിയിൽ അല്ലാഹുവിനെയും റസൂലിനെയും പരിചയപ്പെടുത്താൻ ചങ്കൂറ്റത്തോടുകൂടി മുന്നിൽ നിന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന് ഒരു തടസ്സം എന്താ? പിന്നെ അദ്ദേഹത്തിന്
അറിയപ്പെടുന്ന ഫോട്ടോ ഒക്കെ കണ്ടപ്പോ ഇങ്ങനെ കയ്യിൽ ചൂണ്ടിയൊക്കെ നിൽക്കുന്നു. പടച്ചോനെ എന്താ പേടിച്ചുപോയോ? പേടിയുണ്ടാവും. അന്തരീക്ഷത്തിലേക്ക് ചൂണ്ടിപ്പിടിച്ച തന്റെ വലത് കൈയുടെ ചൂണ്ടുവിരൽ കാണുമ്പോൾ, ശത്രുക്കളുടെ നെഞ്ചകം തകർക്കുന്ന രീതിയിൽ സത്യത്തിന്റെ പ്രബോധനം നടക്കുമ്പോൾ, അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും വക്താക്കൾ ഭയപ്പെടുന്നുണ്ടാകും. എന്റെ സഹോദരങ്ങളെ, ഈ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ദീനിനെ പ്രചരിപ്പിക്കാൻ അനുവാദമുണ്ടെങ്കിൽ ഒരു സംഘടനയുടെ പരിപാടിയല്ലല്ലോ. അദ്ദേഹം ഒരു പ്രഭാഷകനല്ലേ. മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വിനീതന്റെ നാട്ടിൽ കൊല്ലം ജില്ലയിലെ കടപ്പാക്കട എന്ന മഹലിൽ ഏകദേശം 12 വർഷമായി ഖത്തീബായി സേവനമനുഷ്ഠിക്കുന്നു. നാടിന്ന് വരെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ പേരിൽ ഒരു പ്രശ്നവും ആ നാട്ടിലുണ്ടായിട്ടില്ല. ആ നാട്ടിലെന്നല്ല, ഒരു നാട്ടിലും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു തെളിവെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ഇങ്ങനൊരു നീതിനിഷേധം നടക്കപ്പെടുമ്പോൾ, അഥവാ സത്യദീനിന്റെ പ്രബോധനം നടത്തപ്പെടാനൊരുങ്ങുമ്പോൾ, സത്യത്തിന്റെ വക്താക്കൾ സംസാരിക്കാനൊരുങ്ങുമ്പോൾ, അതിന് തടസ്സം നേരിടുമ്പോൾ അതിനെ എതിർക്കാൻ സങ്കോചമുള്ളവനാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്ന ആൺകുട്ടി. അതിനെ എതിർക്കേണ്ടവനാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന യുവാവ്. സഹോദരങ്ങളെ, സൂറത്ത് യാസീൻ നാം എപ്പോഴും ഓതുന്നതാണ്. പടച്ച തമ്പുരാൻ സൂറത്ത് യാസീനിലൂടെ പഠിപ്പിക്കുന്ന നബിയെ, ഒന്ന് പറഞ്ഞു കൊടുക്കും നബിയെ. അതേ, എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പടച്ച തമ്പുരാൻ പറയുന്നു, ഈ നബിയെ, നബിയെ, ഒരു നാട്ടുകാരുടെ സംഭവം എന്ന് പറഞ്ഞു കൊടുക്കുക. അവർക്ക് ആ സംഭവം എന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് ജാഅൽ മുർസലൂൻ ഇദ് അർസൽനാ ഇലൈഹിം ഉസ്നൈൻ ഫകല്ലബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. അല്ലാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുത്താൻ, സത്യത്തിന്റെ പ്രബോധനം നടത്താൻ, പടച്ചവന്റെ വാക്കുകളും പ്രവാചകന്റെ വാക്കുകളും പറഞ്ഞു കൊടുക്കാൻ ഒരു കൂട്ടം ആളുകൾ ഒരു നാട്ടിലേക്ക് വന്നപ്പോൾ, ആ നാട്ടിൽ നിന്ന് വേർപെട്ടതായ നീതി നിഷേധത്തെയും അവഗണനയും നബിയെ താങ്കളെന്ന് പറഞ്ഞു കൊടുക്കും നബിയെ. അപ്രകാരം തടസ്സം നേരിടുകയാണ്. നാട്ടുകാർ എതിർക്കുകയാണ്. ഞങ്ങളോടത് പറയാൻ പറ്റില്ല എന്ന് ആ നാട്ടിലേതായ പ്രമാണികൾ ഉൾപ്പെടെയുള്ളവർ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ, അല്ലാഹുവിന്റെ ഖുർആൻ ഒരാൺകുട്ടിയെ പറഞ്ഞു തരികയാണ്. ആ നാട്ടിന്റെ ഓരോരത്തു നിന്നും ഒരാൺകുട്ടി ഓടി വരികയാണ്. ഓടി വന്നിട്ട് ആൺകുട്ടി, ധാർമ്മിക ബോധമുള്ള യുവാവ്, ആ സമൂഹത്തോട് പറയുന്ന, സമുദായമേ, ഇത്തബിഊ മല്ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കുന്ന, നിങ്ങളെ ധർമ്മത്തിലേക്ക് നയിക്കുന്ന, നിങ്ങളെ നീതിയിലേക്ക് നയിക്കുന്ന, നിങ്ങളോട് ഒരഞ്ച് നയാ പൈസ പോലും ആവശ്യപ്പെടാത്ത ആ മനുഷ്യരെ നിങ്ങൾ അനുസരിക്കണമേ സഹോദരങ്ങളെ. സ്വന്തം നാട്ടില് അതേ ദീനിന്റെ പ്രബോധനം തടസ്സപ്പെടുമ്പോൾ ചങ്കോറ്റത്തോടെ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യുന്നവര് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും കഴിയട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ, സത്യത്തിന്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ, എത്ര വലിയ ശക്തിയായാലും, എത്ര വലിയ നേതാക്കന്മാരായാലും ഖുർആൻ പരിചയപ്പെടുത്തിയ പോലെ ഒരാൺകുട്ടിയാകാൻ, സത്യത്തിന്റെ നീതിയുടെ പ്രവർത്തകനാകാൻ കരുണക്കടനായ പടച്ചവൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ പരിചയപ്പെടുത്തിയതാ. അർത്ഥം നിങ്ങൾ നോക്കിക്കോളിൻ. സൂറത്ത് യാസീൻ നോക്കിക്കോളിൻ. നീതി നിഷേധത്തിനെ സംസാരിക്കുന്നവരാണ് ധാർമ്മിക ബോധമുള്ള ഒരു യുവാവ്. ഖുർആൻ പഠിപ്പിച്ച ഒരു യുവാവ്. എന്നും അസത്യത്തിനെതിരെയുള്ള പോരാട്ടം, മർദ്ദിത പീഡിത ജനവിഭാഗത്തിനെതിരെയുള്ള പോരാട്ടം, അല്ലെ? കേരളക്കടയിൽ ഒരുപാട് ആൺകുട്ടികളെ കടന്നുപോയി.
ഒരുപാട് ആൺകുട്ടികൾ കടന്നുപോയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഈ കേരള സംസ്ഥാനത്ത് തന്നെയല്ലേ അക്രമ ഭരണാധികാരികളായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് പഞ്ചമുച്ചമടക്കി കൊപ്പം കൊടുത്തുകൊണ്ട് അവരുടെ കീഴിൽ ജീവിക്കാൻ അനുവാദമില്ല എന്ന് പ്രഖ്യാപിച്ച മഹാനായ മണിയമ്പോട് മുറുളുഖാദി റഹിമഹുള്ളയുടെ പിൻഗാമികളാണ് നാം ഓരോരുത്തരും. മഹാനായ വാര്യംകുന്നിന്റെ പിൻഗാമികളാണ് നാം ഓരോരുത്തരും. മഹാനായ കൊഞ്ഞാലി മരക്കാരുടെ പിൻഗാമികളാണ് നാം ഓരോരുത്തരും. മഹാനായ മഹത്തുക്കളായ ഓമല്ലൂർ സുഹദാക്കളെ, മമ്പടം സുഹദാക്കളുടെ പിൻഗാമികളാണ് നാം ഓരോരുത്തരും. അറിയുമോ, മാൾട്ടാൻ 4 പാദം ചിഹ്നിച്ചവർക്കൊണ്ട് ഈ ലോകത്തിൽ നിന്നും വേറെ പറഞ്ഞ ദാരുണവും ദൈവബന്ധിന് മഹത്തുക്കളായ യുവ പണ്ഡിതന്മാരെ നാം മറന്നുപോയോ? ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി നാം ഓരോരുത്തരും മറന്നുപോയോ? ബെങ്കിം ചന്ദ് ചാന്ദ്രിയ വന്ദേ മാതരത്തിലൂടെ രക്തദാഹിയായ ദൈവത്തെ പ്രകീർത്തിക്കുമ്പോൾ, ജനഗണമനയിലൂടെ പഞ്ചാബിനെയും സിന്ധിനെയും ഗുജറാത്തിനെയും മറാഠിയെയും മാത്രം പ്രകീർത്തിക്കുമ്പോൾ, സാരേ ജഹാൻ സേ അച്ഛോ, സാരേ ജഹാൻ സേ അച്ഛോ, സാരേ ജഹാൻ സേ അച്ഛോ, ഈ ലോകത്തുള്ള സർവ്വ നാടുകളെക്കാട്ടിലും നല്ലത് ഹിന്ദുസ്ഥാൻ ഹമാരോ, ഹിന്ദുസ്ഥാൻ ഹമാരോ, ഹിന്ദുസ്ഥാൻ ഹമാരോ, ഞങ്ങളുടെ ഇന്ത്യയാണ്, ഞങ്ങളുടെ ഇന്ത്യയാണ്, ഞങ്ങളുടെ ഇന്ത്യയാണെന്ന് പറഞ്ഞ മഹാനായ ദാർശനിക മഹാകവി അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിനെ നാം മറന്നുപോയോ? അങ്ങനെയുള്ള ആൺകുട്ടികളുടെ പിൻഗാമികളാണ് നാം. ആൺകുട്ടികളുടെ പിൻഗാമികൾ. ആരെയും പേടിച്ച് മാളത്തിൽ ഒളിക്കേണ്ടവരല്ല, ആരെയും പേടിച്ച് മാളത്തിൽ ഒളിക്കേണ്ടവരല്ല. പിന്നെയോ, എന്നും മർദ്ദിക്കപ്പെടുന്ന ജനസമൂഹത്തോടൊപ്പം നാം നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. അത് നമുക്ക് കഴിയട്ടെ. ഖുർആൻ പറഞ്ഞു തരുന്നത് അതാണ്, ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അതാണ്. അല്ലാഹു തആല പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ മൂസാ നബി സത്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന പേര് പറഞ്ഞ ആകെ പ്രശ്നമുണ്ട്. എല്ലാവർക്കും പ്രശ്നം അത് തന്നെയാണല്ലോ. സത്യം പറയുന്നവരാണ് എല്ലായിടത്തും ഒരു പ്രശ്നം. സത്യം പറഞ്ഞതിന്റെ പേരിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തൂക്കിക്കൊല്ലാൻ ഉത്തരവിട്ടു. തൂക്കിക്കൊല്ലാൻ ഉത്തരവിട്ടു. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഒന്നും വേണ്ട, ഒരു ആയിക്കോട്ടെ, എനിക്കല്ലല്ലോ. നിരപരാധികൾ ആയിരക്കണക്കിന് ജയിലിൽ കിടക്കുമ്പോഴും ഭൂരിപക്ഷ സമുദായം വിചാരിക്കുന്ന എന്താ? അല്ല, ഞങ്ങളെ പ്രശ്നമൊന്നും അല്ലല്ലോ, അല്ലെ? അത് ഞങ്ങളുടെ പ്രശ്നമൊന്നുമല്ലല്ലോ. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്ന ആൺകുട്ടിയുടെ അടയാളം എന്താണ് അറിയുമോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊന്നുകളയാൻ ഫിർഔൻ തീരുമാനമെടുക്കുമ്പോൾ, ഫഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന്റെ ആളുകളിൽ നിന്നും ഒരാൺകുട്ടി ചാടി എഴുന്നേൽക്കുകയാണ്, ഒരാൺകുട്ടി ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഏ ഫിർഔൻ, അതഖതുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹു മാത്രമാണ് രക്ഷിതാവെന്ന പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, സത്യദീനിന്റെ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ ഒരു മനുഷ്യനെ നീ കൊല്ലുമ്പോ ഫിർഔൻ, അതേ ഒരാൺകുട്ടി എഴുന്നേറ്റ് നിന്ന് സത്യത്തിന് വേണ്ടി ശബ്ദിച്ചെങ്കിൽ, എന്റെ ചെറുപ്പക്കാരാ നിനക്കുണരാൻ കഴിയട്ടെ, എന്റെ ചെറുപ്പക്കാരാ നിനക്കുണരാൻ കഴിയട്ടെ. ആയിരക്കണക്കിന് നിരപരാധികൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോൾ ചെയ്ത കുറ്റം പോലും അറിയാതെ വിചാരണ തടവുകാരായി കുടുംബത്തെ പോലും കാണാൻ കഴിയാതെ ആ സഹോദരങ്ങൾ കഷ്ടപ്പെടുത്തപ്പെടുമ്പോൾ അതെന്റെ പ്രശ്നമല്ല, അതെന്റെ കാര്യമല്ല എന്ന് പറഞ്ഞൊടിഞ്ഞു മാറാൻ ഒരു മുസ്ലിമിനെ കൊണ്ട് പറ്റുമോ? ഒരു മുസ്ലിമിനെ കൊണ്ട് പറ്റുമോ? അതേ ചെറുപ്പക്കാരുണരട്ടെ, ഉണർന്ന് പ്രവർത്തിക്കുന്ന ചുണക്കുട്ടികളായി മാറട്ടെ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൈകൾ ഉയരട്ടെ, നമ്മുടെ കണ്ണമാനങ്ങൾ ശബ്ദിക്കട്ടെ. സഹോദരങ്ങളെ, നമുക്ക് അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള ആർജവമുണ്ടാകട്ടെ. അഫ്ളൽ ഖാസിമി വന്നിട്ട് രാഷ്ട്രീയം പറയുന്നെന്ന് കരുതണ്ട. ഞാൻ വന്നിട്ട് ദീനിന്റെ സദസ്സിൽ വന്നിട്ട് ജയിലിൽ കിടക്കുന്നവരെ മോചിപ്പിക്കൽ രാഷ്ട്രീയമെന്ന് കരുതിയവരാണല്ലോ നാം ഓരോരുത്തരും. രാഷ്ട്രീയം പറഞ്ഞെന്ന് കരുതണ്ട. അഫ്ളൽ ഖാസിമി അൽഹംദുലില്ലാ രാഷ്ട്രീയക്കാരനല്ല, അൽഹംദുലില്ലാ ഞാനൊരു സംഘടനയുടെയുമാണല്ല. പിന്നെയോ, ഞാൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീനിനെ പ്രബോധനം ചെയ്യുന്ന ദഅവത്ത് ചെയ്യുന്ന ഒരു ചെറിയ ദായി മാത്രമാണ്. അതുകൊണ്ടാണ് അതേ ധൈര്യത്തോടെയാണ് ഞാൻ പറയുന്നത്, നിരപരാധികളായി കാരാഗ്രഹത്തിൽ കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയട്ടെ. അബ്ദുൽ നാസർ മഅദനിക്ക് വേണ്ടി ശബ്ദിക്കൽ എന്റെ സഹോദരങ്ങളെ രാഷ്ട്രീയമല്ല. അൻസാർ നബിക്ക് വേണ്ടി ശബ്ദിക്കൽ എന്റെ സഹോദരങ്ങളെ രാഷ്ട്രീയമല്ല. ശിബിരിക്കും ഷാബിരിക്കും യഹ്യക്കും സക്കരിയക്കും വേണ്ടി ശബ്ദിക്കൽ എന്റെ സഹോദരങ്ങളെ രാഷ്ട്രീയമല്ല. നിങ്ങൾക്കറിയണോ, നിങ്ങൾക്ക് കഴിയുമോ? സഹീഹുൽ ബുഖാരി എന്ന ഹദീസിന്റെ കിതാബ് എടുക്കുമോ? അതേ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം പ്രാമാണിക ഗ്രന്ഥമായി അംഗീകരിക്കുന്ന സഹീഹുൽ ബുഖാരി എടുക്കുമോ? ആ സഹീഹുൽ ബുഖാരി ഒന്ന് തുറക്കുമോ? അല്ലാഹുവിന്റെ ഹബീബ് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമ പഠിപ്പിക്കുകയാണ്. അതേ ഖുർആനിന്റെ സദസ്സ് തന്നെയാണ്, ഹദീസിന്റെ സദസ്സ് തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫുക്കു അൽആനി ഫുക്കു അൽആനി. സഹായം അഭ്യർത്ഥിക്കുന്ന, സഹായം ആവശ്യമായ സഹോദരങ്ങളെ നിങ്ങൾ മോചിപ്പിക്കുക. സഹായം ആർക്ക് കൊടുക്കണോ അവർക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ അവരെ മോചിപ്പിക്കുക. ആരെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? ശേഷം വിശദീകരിക്കുകയാണ്. ആരെയാണെന്നറിയുമോ? നിരപരാധികളായി ശത്രുക്കളുടെ കാരാഗ്രഹങ്ങളിൽ കിടക്കുന്ന നിരപരാധികളായ തടവുകാരുണ്ടല്ലോ, അവരെ നിങ്ങൾ മോചിപ്പിക്കുക, അവരെ നിങ്ങൾ മോചിപ്പിക്കുക. രാഷ്ട്രീയക്കാരന്റെ വാക്കുകളല്ല സഹോദരങ്ങള്, സംഘടനാ നേതാവിന്റെ വാക്കുകളല്ല സഹോദരങ്ങള്, അബ്ദുൽ ഖാസിമിയുടെ വാക്കുകളല്ല സഹോദരങ്ങള്. അബ്ദുൽ ഖാസിമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, കാരാഗ്രഹത്തിൽ കിടക്കുന്ന നിരപരാധികളെ മോചിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് കഴിയുന്നുണ്ടോ? അവരുടെ മോചനത്തിന് വേണ്ടി സംഘടനാ പക്ഷപാതിത്വങ്ങൾ മറന്നു മുന്നോട്ട് വരാൻ, അവരുടെ മോചനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥന നടത്താനെങ്കിലും നമുക്ക് കഴിയുന്നുണ്ടോ? ഇതേ കോഴിക്കോട് ജില്ലയിൽ ഇവിടെ നിന്നും ചുറ്റുവട്ടത്ത് തന്നെ ജയിലിൽ കിടക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തതിന്റെ പേരിൽ ഒരുപാട് അപവാദങ്ങൾ കേട്ടവരാ സഹോദരങ്ങളെ ഞാൻ, ഒരുപാട് അപവാദങ്ങൾ കേട്ടവരാ സഹോദരങ്ങളെ ഞാൻ. ഈ വിനീതൻ എന്നാൽ അറിയുമോ, ഞാൻ ദുആ ചെയ്യുന്നത് തെറ്റായി പോന്നെങ്കിൽ, കാരാഗ്രഹത്തിൽ കിടക്കുന്നവർക്ക് ദുആ ചെയ്യൽ രാഷ്ട്രീയമായി കരുതുന്നെങ്കിൽ അതേ സഹീഹുൽ ബുഖാരി തന്നെ എടുത്തോ. റസൂലുള്ളാഹിന്റെ ഹദീസുകളാണ്, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, സ്വഹീഹായ ഹദീസ് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നിസ്കരിച്ച സഹാബാക്കൾ പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം ഞങ്ങൾ ഇശാ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇശാ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റുകൂഇൽ നിന്ന് എഴുന്നേറ്റ് ഇഅ്തിദാലിലേക്ക് വന്നിട്ട് സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിലേക്ക് പോകുന്നില്ല. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് കൈകൾ ഉയർത്തുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് കൈകൾ ഉയർത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് കണ്ണീരൊലിക്ക് ദുആ ചെയ്യുകയാണ്. എന്ത് ദുആയാണ് ചെയ്തത്? സഹാബത്തിന്റെ പട്ടിണിയല്ല, കുടുംബത്തിന്റെ പട്ടിണിയല്ല, കുടുംബത്തിന്റെ കടബാധ്യതകളല്ല. പിന്നെയോ അല്ലാഹുമ്മ നജ്ജിൽ വലീദ് ഇബ്നു വലീദ്, പടച്ചവനേ ആ ശത്രുക്കളുടെ പിടിയിലകപ്പെട്ടു പോയ തടവുകാരെ പോലെ കഴിയേണ്ടി വരുന്ന വലീദ് ഇബ്നു വലീദിനെ ആ തടവറയിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ നജ്ജി അയ്യാശ് ഇബ്നു റബീഅ, പടച്ചവന് അബുസക്ക് അതേപോലെ തന്നെ ശത്രുക്കളുടെ തടങ്കൽ പാളയങ്ങളിൽ കിടക്കുന്നതായ റബീഅയുടെ മകനായ അയ്യാശിനെ മോചിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ നജ്ജിൽ മുസ്തദഅഫീന മിനൽ മുഅ്മിനീൻ, പടച്ചവന് അടിച്ചമർത്തപ്പെടുന്ന മർദ്ദിതരായ മുസ്ലിമുകൾക്ക് മോചനം നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് ചെയ്ത ദുആയാണ്, മസ്ജിദുൻ നബവിയിലെ ദുആയാണ്, നിസ്കാരത്തിൽ
നിസ്കാരത്തിലെ ദുആയാണ്. രാഷ്ട്രീയക്കാരനാണോ സഹോദരങ്ങള്? അള്ളാന്റെ ഹബീബ് രാഷ്ട്രീയക്കാരനായിരുന്നോ? അള്ളാന്റെ ഹബീബാണ് നമുക്ക് മാതൃകയെങ്കിൽ, റസൂലുള്ളാഹിനെ നാം സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്കും കഴിയട്ടെ ആ പാവങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമുക്കും കഴിയട്ടെ മർദിതരോടൊപ്പം ചേരാൻ. പടച്ച തമ്പുരാൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റൊന്നുമല്ല, ഖുർആനാണ്, ദീനിന്റെ സദസ്സ് തന്നെ, ഹദീസാ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു ജയിലിൽ കിടക്കുന്നവരെ മോചിപ്പിക്കാൻ. നീ അന്വേഷിക്കേണ്ട റസൂലുള്ള ഏത് സംഘടനക്കാരനാണ്. ഞാൻ പറയുമ്പോ എങ്ങനെ എല്ലാവരും ഇയാൾ ഏത് സംഘടനക്കാരൻ, അതെന്തോ ആയിക്കോട്ടെ. ഹദീസ് പറഞ്ഞു റസൂലുള്ള ഏത് സംഘടനക്കാരനാണെന്ന് ആരും ചോദിക്കല്ലേ. റസൂലുള്ള നിസ്കാരത്തിൽ ഇശാഇന് ദുആ ചെയ്തു. അറിയണോ ഏത് സംഘടനക്കാരനാണെന്ന്? പടച്ചവരെ കാത്തിരിച്ചു. നമ്മളൊക്കെ എവിടെയാ? നമ്മൾ ദീനിനെ എവിടെയാ തിരിച്ചറിഞ്ഞത്? നമ്മൾ ദീനിനെ എന്തും മനസ്സിലാക്കി? ചെറുപ്പക്കാർ ഉറങ്ങുകയാണോ? ഉറങ്ങുന്നവരെ വേണ്ട മോനെ, ഉറങ്ങുന്നവരെ വേണ്ട. ഉണർത്ത് പ്രവർത്തിക്കുന്നവരെയാ വേണ്ടത്. ഉണർന്ന് പ്രവർത്തിക്കുന്നവൻ, അക്രമത്തിനെതിരെ പോരാടുന്നത്. നമ്മൾ ചിന്തിച്ച് എത്രയോ കുടുംബം അറിയോ? അബ്ദുൽ നാസർ മഅദനിയുടെ കുടുംബം, ആ കുടുംബക്കാര് കഷ്ടപ്പെടുന്നത്. കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട പ്രദേശത്ത് തോട്ടുവാൽ മൻസിൽ എന്ന വീട്ടിൽ ചെന്നാൽ അവിടെ ഒരു വൃദ്ധനെ കാണാം. ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു വൃദ്ധൻ. നൂറുകണക്കിന് ശിഷ്യഗണങ്ങൾക്ക് വിദ്യ പകർന്നു കൊടുത്ത അബ്ദുസ്സമദ് മാസ്റ്റർ എന്ന വൃദ്ധൻ തന്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി 1 പതിറ്റാണ്ടോളം കാലം ആ ശരീരവും വെച്ചുകൊണ്ട് ആ മനുഷ്യൻ കോടതി വരാന്തകൾ കയറി ഇറങ്ങി. രണ്ടാമതും തന്റെ മകനെ പിടിക്കപ്പെട്ടു. ഇനി ആ പിതാവിന് ഓടാമയ്യ, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു. കണ്ടില്ല എന്ന് നടിക്കാൻ അല്പം തീരുമാനമുള്ളവർക്ക് പറ്റുമോ? നമുക്കറിയോ, എറണാകുളം ജില്ലയിൽ അൻസാർ നദ്വി എന്ന പണ്ഡിതൻ എന്ത് കുറ്റം ചെയ്തു അറിയില്ല. 5 വർഷമായി ജയിലിലാണ്. പക്ഷേ അവരുടെ ജയിൽ ജീവിതം പോലും അവർ ഇസ്ലാമികമായി മാറ്റി. 5 വർഷമായി ജയിലിൽ കിടന്ന അൻസാർ നദ്വി അൽഹംദുലില്ലാഹ് 2-3 ആഴ്ച മുമ്പ് ഹാഫിളായി എന്നറിയാൻ പറ്റി. നമുക്കാ നഷ്ടം. അവരവരുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും പ്രതിഫലാർഹമായ നിമിഷമാണ്. അറിയോ, അൻസാർ നദ്വി ഇന്നും കാത്തിരിക്കുന്ന 23 വയസ്സുകാരിയായ മുഹ്സിന എന്നൊരു പെണ്ണുണ്ട്. 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 23ാമത്തെ ദിവസം അൻസാർ നദ്വി ഒരു യാത്രയ്ക്ക് വേണ്ടി യാത്ര പറഞ്ഞു. 23ാമത്തെ ദിവസം തന്റെ ഭർത്താവിനെ സലാം പറഞ്ഞിറക്കി വിട്ട ആ പെൺകുട്ടി ഇതുവരെയും തന്റെ ഭർത്താവിനെ കണ്ടിട്ടില്ല. ചെയ്ത കുറ്റം എന്തെന്ന് പോലും തെളിയിക്കപ്പെടാതെ ഇന്നും ആ സഹോദരൻ ജീവിത കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? കോഴിക്കോട് സ്വദേശികളായ മുക്കം പ്രദേശത്ത് താമസിച്ചതായ സക്കരിയയുടെ കുടുംബത്തിന്റെ വിഷമങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? യഹിയയുടെ കണ്ണീരെടുക്കുന്ന കുടുംബക്കാരുടെ അവസ്ഥകൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? ഈരാറ്റുപേട്ട സ്വദേശികളായ ശിബിലിയും ഷാദുലിയും നമുക്കറിയോ? ഉറക്കമുറ്റാത്ത പിഞ്ചു മക്കളുണ്ട്. ആ പിഞ്ചുമക്കൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി വൈകുന്നേരം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ഉമ്മായെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഇനി ഞങ്ങൾ ആ സ്കൂളിലേക്ക് പോകാനില്ല. ആ ഉമ്മ ചോദിച്ചു, മോനെ കാരണം എന്താ? രാവിലെ സ്കൂൾ ബാഗും തൂക്കിയിട്ട് നിറമുള്ള വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് പൂമ്പാത്തുകളെ പോലെ ഇറങ്ങിപ്പോയ എന്റെ മക്കളാണ്. വൈകുന്നേരം വന്നിട്ട് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുന്നത് എന്താ? ആ പിഞ്ചു മക്കൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഫ്രീ പീരീഡിന് ഒരു ടീച്ചർ വന്നിട്ട് ഓരോരുത്തരുടെയും വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചു, ഓരോരുത്തരുടെയും ഉപ്പമാരുടെ ജോലി ചോദിച്ചു. എന്നെ ആ ടീച്ചർ വിളിച്ചുണർത്തി, മോനെ നിന്റെ ഉപ്പയുടെ ജോലി എന്താ? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞെന്ത് മറുപടി പറയാം? അവൻ മറുപടി പറയാതെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത ഭാഗത്തിരുന്ന കുഞ്ഞുങ്ങൾ കളിയാക്കി, ടീച്ചറെ അവന്റെ ഉപ്പ ജയിലിലാണ്. എന്റെ കൂട്ടുകാരുടെ കളിയാക്കൽ സഹിക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് എനിക്കിനി സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പറക്കമുറ്റാത്ത പിഞ്ചു കുഞ്ഞിനെ കണ്ടില്ല എന്ന് നടിക്കാൻ അല്പമെങ്കിലും മനുഷ്യന്റെ മനസ്സിലുള്ളവർക്ക് കഴിയുമോ? എന്റെ സഹോദരങ്ങളെ, ഉണരട്ടെ. നാം ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യത്വം ഉണരട്ടെ. പടച്ചതമ്പുരാൻ ചോദിക്കുന്നു, ഉണരാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? നീതി നിഷേധം കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ എന്ത് ന്യായമാണോ നിങ്ങൾക്കുള്ളത്? അടിച്ചമർത്തപ്പെടുന്ന മർദ്ദിത പീഡിത ജനവിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ, അവർക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? ഒരു ന്യായവും പറഞ്ഞിട്ട് കാര്യമില്ലടോ, ആരെയും കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ലടോ,
അധികാരത്തിന് വേണ്ടി മറക്കുന്നവർ ഓർത്തുകൊള്ളുക. പാർട്ടിയുടെയും സംഘടനയും അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് മർദ്ദിത പീഡിത ജനവിഭാഗത്തെ വീണ്ടും വീണ്ടും കുത്തിനോവിക്കാൻ ശ്രമിക്കുന്നവർ കരുതിക്കൊള്ളുക. അങ്ങനെ ശബ്ദിക്കുന്നവരെ തീവ്രവാദികളും വർഗീയവാദികളും ആക്കാൻ ശ്രമിക്കുന്നവർ സൂക്ഷിച്ചുകൊള്ളുക. ഇന്നൊരു പക്ഷേ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം, ഇന്നൊരു പക്ഷേ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ നാളെ ഒരു ദിവസമുണ്ട്. രാജാതിരാജനായ സർവേശ്വരനായ ജഗന്നിയന്താവായ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അല്ലാഹ് ചോദിക്കും, എന്തുകൊണ്ടാണ് നാം നീ പോരാടാതിരുന്നത്? എന്തുകൊണ്ടാണ് നാം നീ ശബ്ദിക്കാതിരുന്നത്? ആ ശബ്ദം സഹോദരങ്ങളെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് പടച്ചവനെ ആരെ നിർത്താനും ആരെ വെറുത്താലും ആര് തീവ്രവാദി എന്ന് വിളിച്ചാലും ഞങ്ങളുണ്ട് പടച്ചവനെ. നിന്റെ ഖുർആൻ പറഞ്ഞ പോലെ ആരുടെ ആക്ഷേപവും സ്വീകരിക്കാതെ ആരെയും ഭയപ്പെടാതെ നിന്നെ ഇഷ്ടപ്പെട്ട് നിന്റെ ദീനിന് വേണ്ടി നിന്റെ ദീനിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്താൻ ഞങ്ങളുണ്ട് പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേക്ക് വരാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ സംഘടനാ പക്ഷപാതിത്വമില്ലാതെ ഞാൻ ക്ഷണിക്കുന്നു. പടച്ചവൻ തോഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ മുസ്ലിം സമുദായം ഉണരുമ്പോഴാ ഇന്ത്യ രാജ്യത്തിന് തന്നെ മോചനം അല്ലേ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പറഞ്ഞ എന്താ? ഇപ്പൊ റിപ്പബ്ലിക് ദിനം വരെയാണോ എല്ലാവരും പ്രസംഗിക്കും ഗാന്ധിജിയുടെ ഇന്ത്യയിലേക്ക് മടങ്ങി. ഏത് ഇന്ത്യ? ഗാന്ധിജി പറയുന്നത് എന്താണെന്നറിയോ? ഇന്ത്യ രക്ഷപ്പെടണോ? പലരും പറയാറുണ്ട് എന്താണ് ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ ആ കയ്യിലോട്ട് അങ്ങ് വെച്ചു കൊടുത്താൽ മതി. ഇന്ത്യ ആ കൈകളിലാണ് സുഭദ്രം അല്ലെ? ഏത് കൈകളാണെന്നറിയാലോ? ഏത് കൈകളാണെന്നറിയാലോ? ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് മനുഷ്യ മക്കളെ കൊലവിളിച്ച് ഗർഭിണികളായ സഹോദരിമാരുടെ വയറു പോലും കീറിയെടുത്ത് കുഞ്ഞിനെ പുറത്തേക്കെടുത്തിട്ട് കത്തിച്ചരിച്ചു കളഞ്ഞ ബാബു ബജറംഗിയുടെ നേതാവ് ചമഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ. അപ്രകാരം കലാപത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാരെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ മുന്നിലേക്ക് ഓടിക്കേറിയ പട്ടിക്കുട്ടികളെന്ന് വിളിച്ചവനുണ്ടല്ലോ. അവന്റെ നാട്ടില് ന്യൂനപക്ഷ സമുദായത്തെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്തിയിട്ട് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഫാക്ടറികൾ കെട്ടാനും ഫ്ലാറ്റ് പണിയാനും അവരുടെ സൗകര്യത്തിന് റോഡ് കെട്ടാനും അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ വികസനം ഇന്ത്യയിൽ ഉണ്ടാകണമെന്നും മുസ്ലിം നാമധാരികളായ നപുംസകങ്ങളായ രാഷ്ട്രീയക്കാര് പോലും ആ വികസനം ഈ കേരളത്തിൽ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ ഇഷ്ടപ്പെട്ട യുവത്വം പരിചയപ്പെടുത്തിയ ഈ സദസ്സിൽ നിന്ന് പറയാൻ വിനീതൻ ആഗ്രഹിക്കുന്നു. സമ്മതിക്കരുത് സഹോദരങ്ങള്. ഈമാനികാവേശമുള്ള ചെറുപ്പക്കാരുള്ളിടത്തോളം കാലം, ധാർമ്മിക ബോധമുള്ള യുവാക്കളുള്ളിടത്തോളം കാലം ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു വികസനം കേരള സംസ്ഥാനത്തിൽ ഉണ്ടാകുന്നില്ല. പടച്ചതമ്പുരാൻ തൗഫീഖ് നൽകട്ടെ അല്ലേ? അവിടെയാണോ സുഭദ്രം? അല്ല. ഗാന്ധിജി ചോദിക്കുന്നു, ഇഫ് ഇന്ത്യ ഹാസ് ടു ഇംപ്രൂവ്, ഇന്ത്യ രക്ഷപ്പെടണോ? ഇന്ത്യ ഗതി പിടിക്കണോ? ഇറ്റ് ഷുഡ് ബി റൂൾഡ് ബൈ എ ഡിക്റ്റാറ്റർ ആസ് ഹോണസ്റ്റ് ആൻഡ് അപ്രൈറ്റ് ആസ് ഹസരത്ത് ഉമർ. ഉമറിനെ പോലെ ഒരു ഭരണാധികാരി വരട്ടെ. ഉമറിനെ പോലെ ഒരു ഭരണാധികാരി വരട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യത്വമുള്ള ഒരു പാവപ്പെട്ട ഒരു നാൽക്കാലി മൃഗം, ഒരു ആട്ടിൻകുട്ടി പോലും യൂഫ്രട്ടീസ് നദി കരയിൽ കിടന്ന് പട്ടിണി കിടന്ന് ചത്താൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് കരുതി കരഞ്ഞ ഉമറിനെ പോലുള്ള ഭരണാധികാരി അല്ലെ? പട്ടിണിയില്ലാത്തൊരു രാജ്യം, പട്ടിണിയില്ലാത്തൊരു രാജ്യം. ഇന്ന് ആയിരക്കണക്കിന് പട്ടിണി മരങ്ങൾ. ആരാ നോക്കുന്നേ? മുസഫർ നഗറില് ആയിരക്കണക്കിന് മുസ്ലിം സമുദായത്തിലെ സഹോദരി സഹോദരങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ കിടന്ന് യുപിയിലെ തണുപ്പ് വിനീതൻ അനുഭവിച്ചിട്ടുള്ള തണുപ്പ് കാരണം കയ്യിൽ പോലും രക്തം പൊടിഞ്ഞ് പുറത്തേക്ക് ഒഴുകും. അങ്ങനെയുള്ളതായ മുസഫർ നഗറിലുള്ളവർക്ക് വേണ്ടി പിരിവിടുത്ത കോടിക്കണക്കിന് രൂപ പോലും എവിടെയാ ആരുണ്ട് തിരിഞ്ഞു നോക്കാൻ? അവിടെയാണ് ഉമറിന്റെ ഭരണം നമ്മൾ അറിയേണ്ടത്. ഉമറിന്റെ ഭരണം അറിയേണ്ടത്. ഇറങ്ങി പുറപ്പെടും. ഡമാസ്കസിന്റെ പള്ളിയുടെ മുമ്പിലേക്ക് ദീർഘദൂരം യാത്ര ചെയ്ത് ഉമർ ചെന്നു. കുറെ അമുസ്ലിമീങ്ങളെ കണ്ടു. മുസ്ലിങ്ങളൊന്നും അല്ല, അമുസ്ലിമീങ്ങൾ പിച്ചച്ചട്ടി എത്തിക്കൊണ്ട് നിൽക്കുന്നു. ചോദിച്ചു, ഇവരാരാ? ഉമറിന്റെ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു, ഇവരൊക്കെ നല്ല പൈസ ഉള്ളവരായിരുന്നു, മുസ്ലിമീങ്ങളായ ഒരു ടാക്സ് തന്നവരാ. ആ ടാക്സ് തന്നവരുടെ പണം തീർന്നുപോയി. ഇന്നവര് അഭയാർത്ഥികളെ പോലെയാണ്. മഹാനായ ഉമർ ഗർജിച്ചു, അവരിൽ നിന്നും ടാക്സ് പിരിച്ചു വാങ്ങി അവരുടെ കയ്യിൽ പണമില്ലാതായപ്പോ അവരെ വിട്ടുകളഞ്ഞു. അവരെ ടാക്സ് മുഴുവൻ തിരികെ കൊടുക്കാൻ പറഞ്ഞു. ആ ഒരു ഇന്ത്യക്ക് വേണ്ടിയാകട്ടെ നമ്മുടെ പ്രയത്നം. ഒരു നല്ല രാജ്യം ഖുർആൻ പരിചയപ്പെടുത്തി എങ്ങനെയാ? ഇത് ഖുർആനാ പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ നല്ല രാജ്യം,
ഖുർആനിനെ അംഗീകരിക്കുന്നവരുണ്ടെങ്കിൽ കേട്ടുകൊള്ളുവിൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, റബ്ബനാ 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 റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിനാ. പടച്ചവനെ, നിർഭയത്വമുള്ള രാജ്യമായി എന്റെ രാജ്യത്തെ നീ മാറ്റണമേ. ഒരു രാജ്യത്തിനുണ്ടാകുന്ന ഏറ്റവും വലുതെന്താ? നിർഭയത്വമാണ്. വീണ്ടും ദുആ ചെയ്തു, വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. ഈ രാജ്യത്തുള്ള സകല മനുഷ്യർക്കും നീ ഭക്ഷണം കൊടുക്കണമേ. ഒന്ന് നിർഭയത്വമാണ്, രണ്ടാമത്തേത് ഭക്ഷണമാണ്. പടച്ച തമ്പുരാൻ സൂറത്തുൽ ഖുറൈശിലൂടെ പറഞ്ഞെന്താ? ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. വിശുദ്ധ കഅബാലയത്തിന്റെ നാഥനായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലാഹ് ചെയ്തു കൊടുത്ത അനുഗ്രഹം എന്താ? അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. നേരായിട്ട് അർത്ഥം വെച്ചാൽ ഉലമാക്കളോട് ചോദിച്ചു നോക്കുക. അത്അമഹും മിൻ ജൂഅ്, നിങ്ങൾക്ക് വിശപ്പിൽ നിന്ന് മോചനം തന്ന അല്ലാഹ്. വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് മോചനം തന്ന അല്ലാഹ്. ഖുർആൻ പഠിപ്പിക്കുന്നതായ രാജ്യമതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ പടച്ചോ തൗഫീഖ് നൽകുമാറാകട്ടെ. മാനവ സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ശത്രുക്കളൊന്നും അല്ല. പലരും പറയും ഹിന്ദു ഒന്ന് ഉണർന്നാൽ പിന്നെ ഇവിടെ വലിയ കാര്യമാണ് അല്ലേ. നമുക്കറിയോ, ഇന്ത്യ രാജ്യത്തേക്ക് കേരള സംസ്ഥാനത്തിൽ ആദ്യമായി ഇസ്ലാമുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വന്നപ്പോ ആരാ അവരെ സ്വീകരിച്ചത്? ഒരു മുസ്ലിമെങ്കിലും ഉണ്ടായിരുന്നു സ്വീകരിക്കാൻ? ഇല്ല. ഇവിടുത്തെ ഹൈന്ദവ ജനങ്ങളാ കൈനീട്ടി സ്വീകരിച്ചത്. ഹൈന്ദവ ജനങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തു. ആ മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു. കൊടുങ്ങല്ലൂരുള്ള ഒരു ക്ഷേത്രം കാണിച്ചോട്ട് പറഞ്ഞു, അവിടെ നിസ്കരിക്കാൻ പറഞ്ഞു. കാരണം എന്താ? അവർക്ക് മനുഷ്യത്വം ഉണ്ടായിരുന്നു. നമുക്കും മനുഷ്യത്വം ഉണ്ടാകട്ടെ, നമുക്കും മനുഷ്യത്വം ഉണ്ടാകട്ടെ. ഹൈന്ദവ സമുദായം ഒരിക്കലും പള്ളി പൊളിക്കാനോ കലാപം നടത്താനോ പഠിപ്പിക്കുന്നില്ല. ഹിംസാം വിഷയം താം ഇത് ഹിന്ദു. ഒരു ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിംസയെയും അക്രമത്തെയും വെറുക്കുന്നവനാണ്. ഹിംസയെയും അക്രമത്തെയും വെറുക്കുന്നവനാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്ത് മുഴുവനും സുഖമുണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ പ്രയത്നിക്കേണ്ടവനാണ് ഒരു ഹിന്ദു. അല്ലേ? അർജുനനോട് ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ പറഞ്ഞു എന്താ? യഥാഹി യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതേ. യുദ്ധം ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞു കുടുംബക്കാരെ കണ്ട് ഗാന്ധീവവും വിദ്യാസ്ത്രവും വലിച്ചെറിഞ്ഞ അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തിന്, നീതിക്ക്, അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ യുഗങ്ങളോളം പിറവിയെടുക്കുന്നത്. അതുകൊണ്ട് ഒരു ഹിന്ദുവിന് ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു മുസ്ലിം ആയാലും ഹിന്ദുവായാലും ക്രൈസ്തവനായാലും പരിപൂർണ മനുഷ്യത്വമുള്ളവരാകട്ടെ. സ്വാതന്ത്ര്യ സമര രണാങ്കണത്തിൽ നമ്മുടെ മുൻഗാമികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അവര് പോരടിച്ചതുപോലെ, അവര് പ്രവർത്തിച്ചതുപോലെ ഒന്നിച്ചു നിന്നുകൊണ്ട് മാനവ സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് പ്രവർത്തിക്കാൻ, ഈ രാജ്യത്തെ സ്വസ്ഥമായ ഒരു ജീവിതത്തിന് വേണ്ടി ശ്രദ്ധിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞ് വിനീതം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ചെറിയ ദുആ ചെയ്തിട്ട് പോകാം. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി, എന്റെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, എന്റെ കുടുംബക്കാർ, എന്റെ സഹപ്രവർത്തകർ, എന്റെ സുഹൃത്തുക്കൾ, അതേപോലെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ മക്കളുണ്ടാകുവാനും ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ ഇഖ്ലാസിന്, ഇസ്തിഖാമത്തിന്, തവാളുവിന് ഏത് നാട്ടിൽ എവിടെയായാലും യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ആരെയും ഭയക്കാതെ, യാതൊരുവിധ സംഘടനാ പക്ഷപാതിത്വങ്ങളും ഇല്ലാതെ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും അവകാശത്തിനും എന്നാൽ കഴിയുന്ന രീതിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണം. ആര് ശ്രമിച്ചാലും എത്ര തന്നെ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സഹായം ഉണ്ടാകുവാൻ ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.